ഞാന് ഒരു തലമുറയുടെ ശുശ്രൂഷ, എൻ്റെ കൂടെ ഉള്ള 70% പേരും ചെറുപ്പക്കാരാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം യൗവനക്കാരാണ്. എൻ്റെ ശുശ്രൂഷയിൽ 12-ലധികം പാസ്റ്റർമാർ, 4-ലധികം വിമൻസ് പാസ്റ്റേഴ്സ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് സമയം ശ്രദ്ധിക്കുന്നുണ്ടോ? കുറച്ച് സമയം. 12-ലധികം ശുശ്രൂഷകൻ, 4-ലധികം ശുശ്രൂഷകമാണ്. ഇതിലേറ്റവും പ്രായമുള്ള പാസ്റ്റർ ഞാനാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് പ്രായം കുറവാണ്. ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകരും 20, 22, 24 ഒക്കെ പ്രായമുള്ള അനുഗ്രഹീത പാസ്റ്റർമാരാണ്. അവരെന്റെ അസോസിയേറ്റ് ആയിട്ട് നടക്കുന്നവരല്ല. അവരിൽ പലർക്കും ഇന്ന് 100 ആൾക്കാർ കൂടി ആരാധിക്കുന്ന ചർച്ചുകളും ശക്തമായ ഉണർവുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അസാധാരണമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ശുശ്രൂഷകരാണ്. ഇന്ന് നിങ്ങളെ വർഷിപ്പ് ചെയ്ത ബ്രദർ ജോ, ഇദ്ദേഹം ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരു പാസ്റ്റർ ഉണ്ടായി. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 10 പേര് പോലും ഇല്ല. പക്ഷെ ഈ 10 പേര് പോലും ഇല്ല. പക്ഷെ ഉള്ള 10 പേര് ചെറുപ്പക്കാരായിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ ചിരിക്കുമ്പോൾ എന്ത് സുന്ദരിമാരെന്നറിയാം. ചിലർ ഇരിക്കുന്നു നോക്കി എല്ലാം തകർന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, സന്തോഷത്തോടെ. പേടിക്കാതെ. പാസ്റ്റർമാരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരും. ആരും പേടിക്കാത്ത പാസ്റ്ററാണെന്ന്. അതായത് കൺവെൻഷൻ ഇരിക്കും പോലെ ഇരിക്കണം, ഫ്രീ ആയിട്ടിരിക്കും, പേടിക്കണ്ട. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്ന ആളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എനിക്കറിയാം. നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എനിക്കറിയാം. ഞങ്ങൾ വന്നത് നിങ്ങളെ ശുശ്രൂഷിക്കാൻ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ഈ വാക്കുകളെ ശ്രദ്ധിക്കണം. അന്ന് 10 പേർക്കകത്തില്ല, 10ഓളം ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, നിങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. പക്ഷെ ഈ ദേശത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു തലമുറ ഒരുമിച്ച് കൂടാൻ പോകുകയാണ്. കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കൈ അടിക്കണം. എന്ത് എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ പിടിച്ചിരിക്കരുത്. കൈയടിക്കാൻ തോന്നുന്നെങ്കിൽ കൈയടിക്കണം, ഫിസിലടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഫിസിലടിക്കണം, ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചിരിക്കണം. ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. അതാണ് നമ്മുടെ തെറ്റ്. ഞാൻ ഹല്ലേലൂയ പറയാൻ പറഞ്ഞില്ലല്ലോ. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയർത്തിയാൽ അതെങ്ങനാ പാസ്റ്ററെ? ശബ്ദം ഉയർത്തി. നിങ്ങൾക്ക് ശബ്ദമില്ലേ? ശബ്ദം ഇല്ലേ? ഞങ്ങൾ ഈ ഹോളിൽ അടഞ്ഞിരിക്കുന്ന ഞങ്ങൾക്കേ അറിയാവൂ. ഇതിന്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ, ഞങ്ങളുടെ ശബ്ദം കാണിച്ചു തരാം. നിങ്ങളുടെ അകത്ത് ശബ്ദമില്ല.
നിങ്ങളുടെ ശബ്ദം പോലും അത്ഭുതങ്ങളെ ജനിപ്പിക്കും. ആമേൻ. ഞാൻ എൻ്റെ ചർച്ചിൽ ഞാൻ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആൾക്കാരോട് പറയും, ശബ്ദം ഉണ്ടാക്കും. ചിലർ ഹേ എന്ന് വിളിക്കും, ചിലർ ഹോ എന്ന് വിളിക്കും, ചിലർ കൂവും. അവരുടെ വോക്കൽ കോഡിനകത്ത് നിന്ന് എന്ത് ശബ്ദം വരുമോ അതവർ ചെയ്യും. ഒരു വലിയ പട്ടണം ഭൂമിക്കടിയിലേക്ക് പിളർന്നു പോയത് ഹല്ലേലൂയ പറഞ്ഞിട്ടല്ല, ഒരു ജനത ശബ്ദമുയർത്തിയപ്പോഴാണ്. ബൈബിളിൽ എരിഹോ എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രോങ് ഹോൾഡ്, തടസ്സം, വാഗ്ദത്ത ദേശത്തിനും ഇസ്രായേൽ ജനത്തിനും തടസ്സമായൊരു വലിയ തടസ്സം, അതിനെ ഇല്ലാതാക്കാൻ ദൈവം പറഞ്ഞത് സെലിബ്രേറ്റ് ചെയ്യാൻ. സെലിബ്രേഷൻ ഉള്ളിടത്തെ ശബ്ദം ഉണ്ടാവും. എങ്കിലൊന്ന് ശബ്ദം ഉയർത്തിയേ. നിങ്ങൾ ലജ്ജിച്ചിരിക്കുക. എനിക്കറിയാം നിങ്ങൾ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല. ഒരു പാസ്റ്റർ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ പറയുക, ഹേ പേടിച്ചില്ലേ? മക്കള് ഞെട്ടി. ഓളെ എന്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്. വണ്ടർഫുൾ, 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 വണ്ടർഫുൾ. ഓളെ എന്നെ നോക്ക്. വണ്ടർഫുൾ, വണ്ടർഫുൾ. നീ പോലും അറിയാതെ നീ ശബ്ദം ഉണ്ടാക്കി. പവർഫുൾ. ഒന്നുകൂടെ നിന്റെ ശബ്ദം ഉണ്ടാക്കി. ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കി. ഈ സീരിയസ് ശബ്ദം ഉണ്ടാക്കി. ഞാൻ എല്ലാ സൺഡേയിലും എന്റെ ചർച്ചിലുള്ള ആൾക്കാരെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കും. ഇതിനാണെന്നറിയാം, ഞാൻ അവസാനിച്ചു എന്ന് ഒരുപാട് കാലഘട്ടം ഇനി അരവിന്ദ് മോഹൻ എന്നൊരാൾ ഇല്ലെന്ന് പറഞ്ഞ പട്ടണമാണ് തിരുവനന്തപുരം. ആ പട്ടണത്തിൽ ഞാൻ രാജാവിനെ പോലെ മടങ്ങി വന്നിരിക്കുകയാണ്. നീ തീർന്നു എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്റെ ശബ്ദം കേൾക്കണം. നിന്റെ കുടുംബം അവസാനിച്ചു എന്ന് പറഞ്ഞ ഈ മണ്ണിൽ നിന്റെ ശബ്ദം കേൾക്കണം. Raise your voice. Hey! Hey! Raise your voice. Yeah! Oh! It's powerful. It's powerful. It's powerful. നിന്നെ തീർക്കുമെന്ന് പറയുന്ന ഈ നാടില്ലേ, ഒരു തലമുറയെ പോലും ഗതി പിടിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഒരു നാടില്ലേ, ഈ നാട്ടിലാണ് നിങ്ങളുടെ വാഴ്ച നടക്കാൻ പോകുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ച ഈ നാടില്ലേ, ഈ നാട്ടിലാണ് നീ രാജാവിനെ പോലെ ജീവിക്കാൻ പോകുന്നത്. ഇത് എന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവ്. ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളുണ്ട്. ആരും ഇനി ഇവിടെ നിന്ന് ഡിസ്റ്റർബ് ആകരുത്. ഇനി ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ ഇവിടെ ഡിസ്റ്റർബൻസ് ഇല്ല. ഓളെ, ഞാൻ നിന്നെ വിളിക്കുന്നത് മതത്തിലേക്കല്ല, ഞാൻ നിന്നെ വിളിക്കുന്നത് പള്ളിയിലേക്കല്ല, ഞാൻ നിന്നെ വിളിക്കുന്നത് ഒരു സ്നേഹത്തിലേക്കാണ്. ആ സ്നേഹത്തിന് ഞാൻ കണ്ടെത്തിയ പേരാണ് യേശു ക്രിസ്തു. നിന്റെ ഫ്യൂച്ചർ ഒരു സ്ഥലത്തും കുടുങ്ങിപ്പോകത്തില്ല. നിന്റെ ഭാവി പകുതിയിൽ വച്ച് കെട്ടുപോകത്തില്ല. ഇന്ന് ഞാൻ നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സ് ആരുടെ മുമ്പിൽ തുറക്കും? എന്നെ ഹീല് ചെയ്യാൻ ആർക്ക് കഴിയും? നീ എപ്പോഴും പറയുന്നത് നിന്നെ ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ്. നീ എപ്പോഴും പറയുന്നത് എന്നെ മാത്രം ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ്.
പക്ഷെ മോളെ, നമ്മെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലാണ് നീ ഇന്ന് വന്നിരിക്കുന്നത്. നിന്റെ മേലൊരു വെളിച്ചം പ്രകാശം, നിന്റെ മേലൊരു വെളിച്ചം പ്രകാശം. ആ വെളിച്ചം നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരും. ഈ മീറ്റിംഗ് നീ മറന്നുപോയാലും നിന്റെ മേൽ ഇന്ന് തുറക്കാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വം അത് നീ ഒരിക്കലും മറക്കില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ഇനി ചെയറുണ്ട്, പുറകിലിരിക്കുന്നവർ, പുറത്തിരിക്കുന്നവർ. ഇതൊരു ശുശ്രൂഷയാണ്. ഏത് നിമിഷമാണ് നിന്നെ കർത്താവ് തൊടുന്നതെന്ന് നിനക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഡയറിയിലെ നല്ല പ്രസംഗം പ്രസംഗിക്കാമെന്ന പ്രസംഗകനല്ല ഞാൻ. ഇന്നത്തെ രാത്രി യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഒരു കുഞ്ഞിനെ വിടുവിക്കണമെങ്കിൽ ആദ്യം അവന്റെ അപ്പൻ വിടുവിക്കപ്പെടണം. ഒരു കുഞ്ഞു സ്വതന്ത്രമാകണമെങ്കിൽ ആദ്യം അവളുടെ അമ്മ സ്വതന്ത്രമാകണം. ഇതിനകത്ത് മാതാപിതാക്കൾ പുറത്തുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ നിനക്ക് എന്തേലും മനസ്സിലായിട്ടുണ്ട്, ആ പുറത്തുനിന്ന് എഴുന്നേറ്റ് ഈ അകത്തെ ചേറി വന്നിരുന്ന ഒരുപക്ഷെ ഇന്നത്തെ വിടുതൽ നിന്റെ വീടിനായിരിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. സിംഗ് ടുഗദർ. ഭാവിയിൽ നിത്യതയിൽ യേശു കണ്ടു എന്നെ, അറിയും മുൻപേ. യേശു കണ്ടു എന്നെ, അപ്പനമ്മ അറിയും മുൻപേ. നിത്യതയിൽ യേശു കണ്ടു എന്നെ, എന്റെ ഭാവി താതൻ കയ്യിൽ, എന്നെ പോറ്റും എന്നും പുലർത്തിയിടും. എന്റെ ഭാവി താതൻ കയ്യിൽ, അതൊരു വിടുതലാണ്. എന്നെ പോറ്റും അവൻ പുലർത്തിയിടും. എന്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു മകനാണ് എനിക്കുള്ളത്. അവൻ 8 വയസ്സാണ്. പക്ഷെ എന്റെ ആത്മാവിൽ നിന്ന് വന്ന ഒരുപാട് മക്കൾ എനിക്കുണ്ട്. ഈ മകൻ അന്ന് 10 പേര് ഒരുമിച്ച് എന്റെ വീടിന്റെ മുറ്റത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ഈ ഗിറ്റാർ പ്ലേ ചെയ്യും. അദ്ദേഹം വരും, എന്റെ കൂടെ ഇരുന്ന് ഗിറ്റാർ പ്ലേ ചെയ്ത് പാടും. അന്ന് മൈക്കില്ല, ബോക്സ് ഇല്ല. ഒരു മൺകട്ടയിട്ട വീടാണ്. മണ്ണു കുഴച്ച് കട്ടയുണ്ടാക്കി ആ വീട് കണ്ടിട്ടുണ്ടോ മക്കൾ? ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മണ്ണ് കുഴച്ച് ആ വീട്. എന്റെ വീടിന്റെ അകം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ റോഡൊക്കെ അതിനേക്കാളും ബെസ്റ്റാണ്. അതുപോലത്തെ വീടിനകം. അതിന്റെ പുറത്ത് കുറച്ച് ചെറുപ്പക്കാരുമായി
ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിക്കാൻ വന്ന ഒരു പാസ്റ്ററാണ്, ഗിറ്റാർ പ്ലേ ചെയ്ത് അദ്ദേഹം വർഷം. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. ഒരു ഞായറാഴ്ച വൈകിട്ട് അദ്ദേഹം ബസ് കാത്ത് വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ തന്റെ സ്കൂട്ടറിൽ റോഡിലൂടെ പോകുക. ഇദ്ദേഹത്തെ അറിയും. അപ്പോഴാ പാസ്റ്റർ കൈ കാണിച്ചു. ഇദ്ദേഹം ഒരു പാസ്റ്ററിന്റെ മകൻ. അദ്ദേഹം ബൈക്ക് നിർത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു സ്ഥലം വരെ ഒന്ന് കൊണ്ടാക്കുമോ, ഒരു പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഈ മനുഷ്യൻ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുത്ത് എന്റെ വീടിന്റെ മുറ്റത്ത് അദ്ദേഹത്തെ കൊണ്ടിറക്കി. ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തു വന്നയാളാണ് ഇന്ന് ശക്തനായൊരു ശുശ്രൂഷകനായി മാറി. ഇതൊക്കെ പെന്തക്കോസ്ത് പാസ്റ്ററിന്റെ മകനായതുകൊണ്ട് പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ മക്കൾക്ക് അഭിഷേകം, പ്രാർത്ഥന, ചർച്ച് ഇതൊന്നും ഒരു വിലയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇതൊന്നും ഒരു വാല്യൂ ഇല്ലായിരുന്നു. ഈ ട്രിവാൻഡ്രത്തെ ചാല ബോയ്സ് സ്കൂളിലാണ് ഇദ്ദേഹം പഠിച്ചത്. ഇദ്ദേഹം വീട്ടിൽ ചെന്നാൽ ആരോടും സംസാരിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ സ്കൂളിലെ ലാംഗ്വേജ് അറിയാൻ നമ്മള് കൂട്ടുകാരനെ വിളിക്കുന്നത് പോലും തെറി പറഞ്ഞിട്ടായിരുന്നു. അവനത് തെറിയല്ല. ഞാൻ ബ്രദറെ എന്ന് വിളിക്കുന്നില്ലേ, ഈ സ്കൂളിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബ്രദറെ എന്ന് വിളിക്കുന്ന ബ്രദറിന് അവർ കൊടുക്കുന്ന വേറെ വേണം. അതാണ് സ്കൂളിലെ ലാംഗ്വേജ്. ഇത് കൂടുതൽ സംസാരിക്കുന്നവർക്ക് കുഴപ്പമുണ്ട്. അവർ വെറുതെ സംസാരിച്ചാലും തെറി വരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ്, പക്ഷെ ഒരു തെറി പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവന്മാർക്ക് നാണമാകുന്നില്ലേ? പിന്നെ മനസ്സിലായി അത് അവർക്ക് തെറിയല്ല, അവർക്ക് ലാംഗ്വേജ് ആണ്. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഇയാൾ വീട്ടിൽ പോയി സംസാരിക്കത്തില്ല. കാരണം അമ്മയോട് സംസാരിക്കുമ്പോൾ തെറി വന്നാലും. ഈ ചെറുപ്പക്കാരൻ ആ പാസ്റ്ററെ കൊണ്ട് എന്റെ വീടിന് മുറ്റത്താക്കിയപ്പോൾ ആ പാസ്റ്റർ ചോദിച്ചു, ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ചിരി. പെന്തക്കോസ്തിലെ പാസ്റ്ററിന്റെ മോനോടാണോ പാസ്റ്ററെ പ്രാർത്ഥനയെ കുറിച്ച്? അങ്ങനല്ല, കുറച്ച് ചെറുപ്പക്കാരായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ പതിയെ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു 7-8 ചെറുപ്പക്കാരിരിക്കും. 60 വയസ്സുള്ള 1000 എണ്ണം ഇരിക്കുന്നതിനേക്കാൾ പവറാണ് 20 വയസ്സുള്ള 5 എണ്ണം ഇരിക്കുന്നത്. 60 വയസ്സുകാരെ വേണ്ടെന്നല്ല പറഞ്ഞത്, 20 വയസ്സുകാരനെ വേണമെന്നാ പറഞ്ഞേ. ഈ 7-8 ചെറുപ്പക്കാരിരിക്കുന്ന കണ്ടപ്പോ ഇയാൾക്കൊരു സംശയം. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിങ്ങനെ വന്നിരുന്നു പ്രാർത്ഥിക്കും. എന്നാ പിന്നെ അതെന്താന്ന് നോക്കാം. ചെറുപ്പക്കാരിരിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ആ പ്രാർത്ഥനയ്ക്ക് കയറിയിരുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത് എഴുന്നേറ്റ പലരും ഈ ദേശത്ത് പിടിക്കപ്പെടും. നിങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത് ചലിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ആ ചലനത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും. ഈ മനുഷ്യൻ അന്ന് അവിടെ ഇരുന്നു പോയി. അടുത്ത ആഴ്ച ഗിറ്റാർ പ്ലേ ചെയ്യുന്ന പാസ്റ്റർ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ വന്നു. അവിടെ ഇരുന്നു പോയി. ഇങ്ങനെ 3-4 ആഴ്ച കണ്ടിന്യൂസ് വന്നപ്പോഴാണ് ഞാൻ ഈ ആളോട് സംസാരിച്ചപ്പോ ഇയാളുടെ സംസാരം കേട്ടാൽ നമ്മൾ ചിരിക്കും. അത്രയും മധുരമായ ശബ്ദം. ഇയാൾ എന്താ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ ക്ലിയർ ആകും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു പാസ്റ്ററിന്റെ മകനാണ്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അകത്തൊരു ആഗ്രഹം ഉണ്ടായി, എനിക്കും പാടണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നല്ല ആഗ്രഹങ്ങളുണ്ടോ?
നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, നിനക്ക് നല്ല സ്വപ്നമുണ്ടോ? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. ചോദിക്കും മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ അടുത്തിരിക്കുന്നത്. ഓ, എനിക്ക് സ്വപ്നമുണ്ട്. പേര്, മോളുടെ പേര് പറ. ആര്യ, ആതിര, ആരാധ്യ, ഇതിലേതാണ് മോളുടെ പേര് പറ. മോളുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ? എനിക്ക് ചോദിക്കായിരുന്നു, മോക്ക് വീട്ടിൽ ഇത്രയും സൗകര്യം ഉണ്ടോ? പറ, പേര് കിട്ടിയില്ലേ? മകള് പറ, പേര് പറ. ശ്രേണി. ശ്രേണി അതൊരു നല്ല പേരാണ് കേട്ടോ. ശ്രേണി നല്ലത്. ആരാധ്യ. ആരാധ്യ ശ്രേണിയോട് ചോദിച്ചു, നിനക്ക് വല്ല സ്വപ്നമുണ്ടോ? ശ്രേണി, പാമ്പ് കടിക്കാൻ വരുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. അല്ലേ, നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ. ആന കുത്താൻ വരും, പാമ്പ് കടിക്കാൻ വരും, പൊട്ടക്കുഴി ചാടും. ഈ സ്വപ്നമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവത്തിൽ നല്ല സ്വപ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നല്ല സ്വപ്നങ്ങളുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞത്, നല്ല ഒരു സ്വപ്നം മതി നിനക്ക് ഉയരങ്ങളെ കീഴടക്കാം. ഒറ്റ സ്വപ്നം കൊണ്ടാണ് പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞവൻ രാജകൊട്ടാരത്തിലെ കസേരയിൽ വന്നത്. നീ തയ്യാറായി? നിന്റെ ലൈഫ് മാറാൻ പോവാണ്. ഞാനിത് പറയുമ്പോൾ നിന്റെ മേൽ തുറക്കുന്ന ഒരു സ്പിരിച്വൽ മാൻഡിൽ എനിക്ക് കാണാം. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഞാനൊരു വിങ്സ് കാണുകയാണ്, ചിറക്. അതിന്റെ അർത്ഥം ദൈവം നിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. നല്ല ഒരു സ്വപ്നം, നല്ലൊരു സ്വപ്നം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങളെ പൊക്കിയെടുക്കും. ബൈബിളിൽ ഒരാളുണ്ട്, പേര് ജോസഫ് എന്ന്. ഇയാളെ ചേട്ടന്മാരെല്ലാം കൂടെ ഒരു പൊട്ടക്കുഴിയിൽ എറിഞ്ഞെന്നുണ്ട്. ഞാൻ ആ ഭാഗം കുറച്ചുകൂടെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ പൊട്ടക്കുഴിക്ക് പറയുന്ന പേര് ചതുപ്പ് നിലം എന്നാണ്. എന്ന് പറഞ്ഞാൽ എറിഞ്ഞാൽ പിന്നെ പൊങ്ങി വരില്ല. ഈ ചതുപ്പ് നിലത്തിനൊരു പ്രത്യേകതയുണ്ട്. വീണാൽ നീ എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ നീ താണുപോകും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, ഞാൻ ഈ ദേശത്തിന്റെ വാഹനം വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പിക്ചർ പറയാം. ഈ പട്ടണത്തിൽ പൊങ്ങി വരാൻ ശ്രമിക്കുന്നവനെ എല്ലാം താഴ്ത്തിക്കളയുന്ന ഒരു ഡീമോണിക് സ്പിരിറ്റ് ഉണ്ട്. ഞാൻ അതിനെ കണ്ടതൊരു ചതുപ്പ് നിലമായിട്ടാണ്. ഇതിനകത്തൊരാൾ പോയാൽ പിന്നെ അവൻ പൊങ്ങി വരില്ല. ഇതിനകത്തൊരു കുടുംബം പോയാൽ അവൻ പൊങ്ങി വരില്ല. ഇതിനകത്തൊരു തലമുറ പോയാൽ പൊങ്ങി വരില്ല. അവൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല, അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയത്തിലേക്ക് പോകും. ഈ ഒന്നാമത്തെ മീറ്റിംഗ് ആ പൈശാചിക ചതുപ്പ് നിലത്തെ ഈ ദേശത്ത് നിന്ന് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, അഭിഷക്തന്മാർ ക്യാൻസൽ ചെയ്യുകയാണ്. അതൊരു പക്ഷെ നിന്റെ വീടായിരിക്കാം, ഒരു പക്ഷേ നിന്റെ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ അപ്പന്റെ അമ്മയുടെ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ നീ പൊക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി യേശു അതിനെ നീക്കാൻ പോവുകയാണ്. Thank you, Holy Spirit. ഈ ദേശത്ത് വിദ്യാഭ്യാസം ഉള്ളവനെ പോലും ഒരു സാധാരണ മനുഷ്യന്റെ വില പോലും കൊടുക്കാത്തവനാക്കി ഈ നാട്ടിലൂടെ നടത്തുന്ന ആ ദുരാത്മാവിനെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം. അയാൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രി ഉണ്ട്, കഴിവുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അവൻ നടക്കുന്നത് കണ്ട അവൻ ഇതൊന്നും ഇല്ലാത്തതുപോലെ, അത്രയും കഴിവുറ്റവരെ
അത്രയും ക്വാളിറ്റി ഉള്ളവരെ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരെയും നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലരുടെയും ഫിഗർ ഓർമ്മ വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലരുടെയും പേര് ഓർമ്മ വരും. അവർ ഈ മീറ്റിംഗിന് ഇല്ലെങ്കിലും സാരമില്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വ്യക്തിയെ യേശു വിടുവിച്ചെടുക്കാൻ പോവുകയാണ്. ആ കുടുംബത്തെ യേശു വിടുവിച്ചെടുക്കാൻ പോവുകയാണ്. ആ തലമുറയെ യേശു വിടുവിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനൊരു ഡീമൺ സ്പിരിറ്റിനെ ഇന്ന് രാത്രി കർത്താവ് ബ്രേക്ക് ചെയ്യും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഈ മനുഷ്യനിന്ന് എനിക്ക് മനസ്സിലായി, നല്ലൊരു ശബ്ദം പോലും ഇല്ലാത്തൊരാൾ. പക്ഷെ ഒരു ദിവസം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ട്, എനിക്ക് പാട്ടുപാടാം. അതെന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അന്ന് ചിന്തിച്ചത്, അറ്റ്ലീസ്റ്റ് അയാൾക്ക് അയാളെ കുറിച്ചൊരു ബോധ്യമെങ്കിലും വേണം. ഈ സൗണ്ട് ഉള്ള ഇയാൾ എന്തോ പാടാൻ പോവാ, ഇയാൾക്ക് എന്ത് കഴിവിരിക്കും? പെട്ടെന്ന് എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു, നിനക്കെന്ത് കഴിവുണ്ടായിട്ടാണ് നീ ഇവിടെ എത്തിയത്? മക്കളെ, ലോകം കഴിവുള്ളവരെ നോക്കും, ദൈവം മനസ്സുള്ളവരെ നോക്കും. ചോയ്സ് ഈസ് യുവേഴ്സ്. തീരുമാനം നിങ്ങളുടേതാണ്. പറയേണ്ട കടമയുള്ളത്. നിങ്ങളൊരു ചാൻസിന് വേണ്ടി കാത്തിരിക്കരുത്. എനിക്കും ഒരു അവസരം വരുമായിരിക്കും, എനിക്കും എന്തെങ്കിലും. നോ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ചാൻസ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതം നാളെ മുതൽ എങ്ങനെയാകണം? ഓനെ നിനക്ക് ചൂസ് ചെയ്യാം. നിന്റെ ഫ്യൂച്ചർ എങ്ങനെ പോകണം? ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ചാൻസ്. വിധി വരട്ടെ. എന്റെ തലവിധി ഇങ്ങനെയാ, എന്റെ അപ്പൻ അങ്ങനെ, അമ്മ ഇങ്ങനെയാ, സഹോദരങ്ങൾ എങ്ങനെയാ, കുടുംബക്കാരിങ്ങനെയാ, നാട്ടുകാരിങ്ങനെയാ, അതുകൊണ്ട് ഞാനും ഇങ്ങനെയാ. അത് നീ രക്ഷപ്പെടാനുള്ള വാക്കുകളാണ്. അത് നീ രക്ഷപ്പെടാനുള്ള വാക്കുകളാണ്. എന്റെ അപ്പൻ ശരിയല്ല, അമ്മ ശരിയല്ല, കുടുംബക്കാർ ശരിയല്ല, നാട്ടുകാർ ശരിയല്ല, ഇത്രയും പേര് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ നീ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നീ ശരിയല്ല. ഈ ചില വീട്ടുകാരെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം, അച്ഛനും അമ്മയും മക്കളും ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം അങ്ങ് മൂർച്ഛിക്കുമ്പോൾ അവസാനം ഈ നമ്മളെ വിളിക്കും. കാരണം അത്രയും വലിയ പ്രശ്നത്തിനകത്ത് എത്തി. ഞങ്ങള് ഈ കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് പോകൂല. അവസാനം തൂങ്ങാൻ നിൽക്കുകയാണ്, അതൊക്കെയാ വിളിക്കുന്നത്. പാസ്റ്റർ വന്നില്ലെങ്കിൽ തൂങ്ങാൻ നിൽക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഭർത്താവ് വിളിക്കും, വന്നില്ലേ ഞാൻ മരിക്കാൻ പോവാണ്. അവ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കും, എന്താണ് പ്രശ്നം? ഉടനെ ഭർത്താവ് പറയും, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഡീസന്റ്, പാസ്റ്ററിന് അറിയത്തില്ലേ, ഞാൻ ചർച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയല്ലേ, എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം അവർക്ക്. നമ്മൾ നേരെ തിരി, സിസ്റ്റർ എന്താണ് പ്രശ്നം? ഇത്രയും അഭിഷേകമുള്ള എനിക്കെന്ത് പ്രശ്നം പാസ്റ്റർ? പ്രശ്നം എനിക്കല്ല, അയാൾക്ക്. ഇവരെ രണ്ടുപേരെ നമ്മളങ്ങ് വിടും. മക്കളെ, നിങ്ങൾ പറ, എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? അവരടിക്കുകയോ? ആർക്കാ പ്രശ്നം? വന്ന നമുക്കാ പ്രശ്നം. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള കുടുംബം ഒരിക്കലും രക്ഷപ്പെടില്ല. അവർക്കിനി എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും, എത്ര വലിയ സാലറി ഉണ്ടെങ്കിലും, അവര് വച്ച വീട് 5 നിലയാണെങ്കിലും, മക്കളെ, വീട് പൊക്കാം, കുടുംബം പൊക്കാൻ പറ്റത്തില്ല. നീ ആദ്യം അറിയുന്നത് ആ വിഷയത്തിനകത്ത് എന്റെ പാർട്ട് എന്താണ്. അമ്മയെ കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം നിന്നിലേക്ക് ചൂണ്ടിട്ട് ചോദിക്കണം, ഈ ഇഷ്യൂ ഇവിടെ ഉണ്ടാകാൻ എന്റെ പാർട്ട് എന്താണ്? അത് ചോദിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ പഠിപ്പിക്കും. അങ്ങനൊരു മനസ്സുള്ളവരെ ദൈവം സൗഖ്യമാക്കും.
പല പ്രശ്നങ്ങൾക്കും കാരണം നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അല്ല. പല പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്ന സത്യം എന്ന് നിനക്ക് മനസ്സിലാകുന്നോ, അന്ന് നിന്റെ ബലഹീനതകളിൽ നിന്നെ സഹായിക്കാൻ ഒരാൾ ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് നീ ഇവിടെ എത്തിയത്? അപ്പൊ എനിക്ക് മനസ്സിലായി, ലോകം കഴിവുള്ളവരെ തേടും, ദൈവം മനസ്സുള്ളവരെ തേടും. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾക്ക് ഉയരണോ, നിങ്ങൾക്ക് വർദ്ധിക്കണോ, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ആമേൻ പറഞ്ഞേ. അടുത്ത ഞായറാഴ്ച ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ പാടിക്കോട്ടെ? ആ സമയത്ത് ആകപ്പാടെ ഒരു ബോക്സും 2 മൈക്കും വാടകയ്ക്ക് എടുത്ത് വെച്ചിരിക്കും. അതിലൊരു മൈക്ക് ഒരു വർഷിപ്പ് ലീഡർ, അന്ന് നമ്മുടെ കൂടെ ആ സമയത്ത് ജിൻസ് എന്ന് പറയുന്ന അദ്ദേഹം കുറച്ചു നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് വർഷിപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു മൈക്കും കൂടെ, ഈ മൈക്ക് പ്രസംഗിക്കാം. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, പാടിക്കോട്ടെ? ഞാന് എന്റെ അകത്ത് ഈ ഒരു ചിന്തയാണ്, കഴിവുണ്ടായിട്ടല്ലല്ലോ നീ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞു, പാടിക്കോട്ടെ. ഞാൻ വിചാരിച്ചില്ല ഇയാള് പോയി ആ മൈക്കെടുക്കും. ഇയാൾ ആദ്യം പോയി ആ മൈക്കെടുത്തു. മൈക്കെടുത്തപ്പോ ജിൻസ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് നന്നായിരിക്കും. ഇന്നും അങ്ങനെ ഈ നമ്മൾ മനസ്സുള്ളവരായോണ്ട് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ മൈക്കും കൊടുക്കും, സ്റ്റേജും കൊടുക്കും. 2 പ്രാവശ്യം ആദ്യം മൈക്കെടുക്കുമ്പോൾ മൈക്ക് വിറയ്ക്കും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മൈക്ക് വിറയ്ക്കും. അപ്പൊ നമ്മൾ ചെന്നിട്ട് മുറുകെ പിടിച്ചു വെക്കും, അവനെ വിറയ്ക്കണ്ടറാ. 3 പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോ മൈക്കിന്റെ വിറയിലുമാണ്. പിന്നെ ഇവന് 10 മിനിറ്റ് കൊടുത്താൽ ഇവൻ 10,000 ഹല്ലേലൂയ. സത്യം. അത് 1 മാസം ആവുമ്പോ 10,000 ഹല്ലേലൂയ പറഞ്ഞ് 3 സെന്റൻസ് പറഞ്ഞവൻ 3 ഹല്ലേലൂയയും 10,000 സെന്റൻസ് പറഞ്ഞു. പിന്നെ ഇവനെ സഹിക്കാൻ നമ്മൾ വിടുന്ന പാട്. എനിക്കിന്ന് പറയാം, അവൻ ആദ്യം മൈക്ക് പിടിച്ചപ്പോ വിറയലായിരുന്നു. പക്ഷെ ഇന്നാള് ഞാനൊരു സ്ഥലത്ത് വെച്ച് ഇവനെ കണ്ടു. ഞാൻ ഇറങ്ങിച്ചെന്ന്, ബ്രദർ എന്തുണ്ട്? ഞാൻ ചോദിച്ചു, എന്തുണ്ട്? രാവിലെ അവിടെ മീറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് ഇവിടെ മീറ്റിംഗ് ഉണ്ട്, രാത്രി അപ്പുറത്ത് മീറ്റിംഗ് ഉണ്ട്, മറ്റന്നാൾ UK കോള് വരും. ഞാൻ ചോദിച്ചത് എന്തുണ്ട് വിശേഷം? അവ എന്നോട് ചോദിച്ചു, എന്തുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പാല് വാങ്ങിക്കാൻ വന്നത്. ഇത് വളർച്ചയല്ല, ഇത് വളർച്ചയല്ല. ഈ വളരാനും പറ്റും, വളർന്ന് വളയാനും പറ്റും. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ ഓടിപ്പോയി മൈക്ക്. അപ്പൊ എന്റെ കൂടെ നിന്നവര് പറഞ്ഞു, ഇന്ന് എന്തായാലും കുളമാവും. എല്ലാം പാസ്റ്റർ തന്നെ സഹിച്ചു. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴും. പാസ്റ്റർ അല്ലേ പിടിച്ചു കയറ്റിയത്, ഇനി പാസ്റ്റർ തന്നെ സഹിച്ചു. എനിക്ക് എന്ത് വഴി? ഞാൻ പതിയെ ചെന്ന് അവിടെ ഇരുന്ന മിക്സറിന്റെ ഈ ഇദ്ദേഹത്തിന്റെ മൈക്ക് ഞാനങ്ങ് താഴ്ത്തി വെച്ചു. ഇദ്ദേഹത്തിന് അറിയില്ല, ഇദ്ദേഹം പാടുകയാണ്, പക്ഷെ ആ മൈക്ക് ഓണല്ല. 2-3 ആഴ്ച ഞാൻ ഇതങ്ങ് ചെയ്തു. അപ്പോഴും എന്റെ അകത്തൊരു കുറ്റബോധമുണ്ട്. ഒരു ദിവസം പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു. നീ എത്ര കഴിവ് കെട്ടവനാണെങ്കിലും നിന്നെ ഏറ്റവും മഹത്വമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എല്ലാവരുടെ മേലും വന്നപ്പോൾ, അന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണിക്കാണ് തീരുന്നത്. എല്ലാവരും ഈ ആത്മാവിൽ ആരാധിക്കുന്നു, ചിലർ വീണ് കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ദൈവശക്തിയാൽ തറയിൽ വീണ് കിടക്കുന്നു. 12 മണിയായി, എല്ലാവരും എഴുന്നേറ്റു. 1 മണിയായി, മീറ്റിംഗ് കഴിഞ്ഞു, രാത്രിയാണ്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ മാത്രം എഴുന്നേറ്റ് വരുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ഇദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോ
ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന്റെ ശബ്ദം മാറിയിരിക്കുന്നു. അടുത്ത സൺഡേ ഇദ്ദേഹം വോയിസ് എടുക്കുമ്പോൾ അന്തരീക്ഷം മാറി. ഞാൻ എന്തായി പറഞ്ഞു? ഈ മിനിറ്റിൽ നിനക്കെന്തും പ്രതീക്ഷിക്കാം. ഈ മണിക്കൂറിൽ നിന്റെ ജീവിതത്തിൽ നിനക്കെന്തും പ്രതീക്ഷിക്കാൻ കഴിയും. അത് കഴിവിനനുസരിച്ചല്ല, വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചല്ല, നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കനുസരിച്ച് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സകലരുടെ മേലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അത് വിശ്വസിക്കുന്നവർ പ്രതികരിച്ച് കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കെ പ്രതികരിച്ച് ഇതിനകത്ത് അത്ഭുതമായത് ജനിക്കും, ഇതിനകത്ത് വീര്യമായത് ജനിക്കും, ഇതിനകത്ത് ശ്രേഷ്ഠമായത് ജനിക്കും, ഇതിനകത്ത് മഹത്വമായത് ജനിക്കും. ഇന്ന് രാത്രി വിളിച്ചു പറ, അതിലൊരാൾ ഞാനാണ്. ഹല്ലേലൂയ, അതിലൊരാൾ ഞാനാണ്. ഈ കിങ്സ് ജനറേഷന്റെ ഈ മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് ഒരാളെ അത്ഭുതമാക്കി മാറ്റിയാൽ ആ അത്ഭുതമായി മാറുന്ന ആ വ്യക്തി ഈസ് മീ. അങ്ങനെ തന്നെ പറഞ്ഞാലായിരിക്കുക, അത് ഞാനാണ്. അത് ഞാനാണ്. ഈ രാത്രി പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന, കഴിവ് കെട്ട എന്നെ കഴിവുള്ളവനാക്കുന്ന, എന്റെ ഇമേജ് മാറ്റുന്ന, എൻ ജീവൻ. Thank you, Jesus. ഇവിടെ തുറന്ന് കയറുന്ന ദൈവിക അന്തരീക്ഷത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിറങ്ങുന്ന ഹെവൻലി റലത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഈ ഹോളിനകത്ത് ഇറങ്ങുന്ന ദൂതന്മാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങളെ മുഴുവനായി ഇന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ തുറന്നു കിടക്കുന്ന ദൈവിക ക്ലൈമറ്റിനെ ഞങ്ങൾ ഓണർ ചെയ്യുന്നു. ഇതിനകത്ത് മുറിവുകൾ ഉണങ്ങിപ്പോകട്ടെ. വീടിനകത്തുനിന്ന് ലഭിച്ച മുറിവുകൾ, പ്രസവിച്ച അമ്മയുടെ വാക്കിൽ നിന്ന് ലഭിച്ച മുറിവുകൾ, ജനിപ്പിച്ച അപ്പനിൽ നിന്ന് ലഭിച്ച മുറിവുകൾ, കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നിന്റെ ഹൃദയത്തെ മുറിച്ച വാക്കുകൾ, ഇത് സൗഖ്യമാക്കാൻ ആരുണ്ട്? ഇന്ന് രാത്രി ഇവിടെ തുറക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് ഉണക്കാൻ കഴിയാത്തൊരു മുറിവില്ല. ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന പക, അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ല. പക, അപ്പനോട് എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുന്നു. കാരണം പക. പരിശുദ്ധാത്മാവ് എടുത്തു കളയാൻ പോവുകയാണ്. നീ പകയോടെ ജീവിക്കേണ്ടവനല്ല, നീ സ്നേഹമുള്ളവനായി ജീവിക്കേണ്ടവനാണ്. അഹങ്കാരത്തിന്റെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുക. സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഡീമോണിക് സിസ്റ്റം. യേശുവിൽ വ്യാപരിച്ച താഴ്മ, യേശുവിൽ വ്യാപരിച്ച സ്നേഹം, യേശു നമുക്ക് കാണിച്ച ലൈഫ്. Receive the life of Jesus. Thank you, Lord. Thank you.
വന്നോട്ടെ നിന്റെ സ്നേഹസന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹസന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹസന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹസന്നിധിയിൽ. ഞങ്ങളെ ശുശ്രൂഷിച്ചാൽ, ഞങ്ങളെ സ്വതന്ത്രമാക്കിയാൽ, ഞങ്ങളെ ജീവിപ്പിച്ചാലും, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചാലും, ഞങ്ങളെ ഒരു അത്ഭുതമാക്കി കഴിയുകയില്ല, കഴിയുകയില്ല. വീണ്ടും ഒരിക്കൽ കൂടെ ചിരിച്ചുകൊണ്ട് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുമോ? അടുത്തിരിക്കുന്ന ആള് നോക്കിയിട്ട് പറഞ്ഞേ, നീ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ പ്രിയ അനുബ്രദറും പ്രിയ സിസ്റ്ററും മക്കളും നമ്മുടെ കൂടെ ഉണ്ട്. അത് നിങ്ങൾക്കെല്ലാം വളരെ ഒരു ബ്ലെസ്സിങ്. നല്ലൊരു ആമേൻ പറഞ്ഞു. ഞാൻ വലിയൊരു പ്രസംഗമല്ല, ഇപ്പോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. എന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. സന്തോഷമുണ്ടോ? നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കുഞ്ഞു കാര്യം. പക്ഷെ ഈ കുഞ്ഞു കാര്യമാണ് എന്റെ ശാപത്തെ പൊട്ടിച്ചത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി പറയാം. എന്റെ ലൈഫിൽ തിരിക്കാം, എന്റെ ജീവിതം നിങ്ങളെപ്പോലൊരു സാധാരണ വിശ്വാസിയാണ്. ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയത്തില്ല, ട്രിവാൻഡ്രത്ത് നിന്നും നിങ്ങൾ നെയ്യാറ്റിൻകരയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട്, വെടിവെച്ചൻ കോവിൽ. ആ സ്ഥലം അറിയാമോ? ഇങ്ങനെ ആക്കിയാ പോരാ, കൈ ഉയർത്തണം. അറിയാമോ വെടിവെച്ചൻ കോവിൽ എന്ന സ്ഥലം? അറിയാമോ? ഞങ്ങള് ഇവിടുത്തെ പഞ്ചായത്ത് പോലും വിട്ടു പോകാത്ത അനുസരണമുള്ള മക്കളാണ്. നിങ്ങൾക്കെല്ലാം വെടിവെച്ചൻ കോവിൽ അറിയാല്ലേ? അതാണ് എന്റെ ജന്മനാട്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ ജംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്, എപ്പോഴും വെടി പൊട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ അത് കുറഞ്ഞിട്ട്, പണ്ട് സെക്കൻഡിൽ പൊട്ടുക, ഇപ്പൊ പിന്നെ കുറച്ച് ഗ്യാപ്പ്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ആരും പൈസ എറിയുന്നില്ലെന്ന് തോന്നുന്നു. ഈ പൈസയുടെ എറിയിൽ കൂടുമ്പോഴാണ് പൊട്ടൽ കൂടുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് എറിയും കൂടുതലാണ്, പൊട്ടലും കൂടുതലാണ്. ഇപ്പൊ പിന്നെ പൊട്ടൽ കുറവാണ്, അപ്പൊ എറിയലും കുറവാണ്. അതെന്റെ ജന്മനാടാണ്. എനിക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. യേശുവിനെ അറിയുന്ന ഒരു വീട്ടിലല്ല ഞാൻ ജനിച്ചത്. എന്റെ അപ്പന്റെ പേര് മോഹനൻ എന്നാണ്. എന്റെ അമ്മയുടെ പേര് ശ്രീദേവി എന്നാണ്. എന്റെ അപ്പൻ ഒരു സമ്പന്നനായ അപ്പൻ. എന്റെ അപ്പൻ നല്ല ബിസിനസ് ഒക്കെ ഉള്ള ഒരപ്പൻ. അപ്പൊ അവിടെ ആദ്യമായിട്ട് ജനിച്ചത് ഞാനാണ്. ഞാൻ ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ മനോഹരമായൊരു വീട് വെച്ചു. നമുക്കിപ്പോഴും നല്ലൊരു വീടില്ല, അതല്ലേ നമ്മുടെ പ്രശ്നം. പ്രശ്നമുണ്ടോ?
എനിക്ക് നല്ലൊരു വീട് ഇല്ല എന്നുള്ളൊരു ദുഃഖമുണ്ടോ? നീ എഴുന്നേറ്റ് വാ മോളെ. ഞാൻ ഈ കാണുന്ന അത്ഭുതം പറയാം. അതുകൂടെ പറഞ്ഞിട്ട് നിനക്ക് അനീഷ് ഭാഷ ഒരു സൺഡേ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയുന്നില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ ആരോ പറയുന്നു, ഇന്ന് ഈ ചർച്ചിലിരിക്കുന്ന ഒരാൾക്ക് വീട് കിട്ടാം. ഇത് പുറത്തുള്ള ആൾക്കാർ കേട്ടാൽ കളിയാണ്, വീട് കൊടുക്കാം. ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ അകത്ത് ആരോ പറയുന്നു, ഇന്ന് ഈ ക്രൗഡിൽ ഒരാൾക്ക് വീട് കിട്ടും. പക്ഷെ ഇതാരാന്ന് എനിക്കറിയാം. അപ്പൊ ഞാനിത് എങ്ങനെ പറയും വീട് കിട്ടുമോ? പക്ഷെ എന്നോട് ആരോ പറയുന്നു ഒരാളുടെ മേൽ ഒരു ഭവനം വരും. പക്ഷെ ഞാനിതങ്ങ് മറച്ചു വെച്ച് പ്രസംഗിക്കും. ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്നും പുറകെ വന്നിരിക്കുന്ന ഒരു ബ്രദറുണ്ട്. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കറിയത്തില്ല പുള്ളി എന്തിനാ എഴുന്നേറ്റ്. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് സൈഡിൽ കൂടെ വന്ന് സ്റ്റേജിന്റെ സൈഡിൽ വന്നിട്ട് ഞാൻ എന്തോ പ്രസംഗിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഈ പുള്ളിയെ കണ്ടു. ഈ പുള്ളിക്കാണോ വീടെന്ന് ദൈവം എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഈ പുള്ളിയെ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട് കിട്ടാം. പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇയാളുടെ ആകെയുള്ള പ്രാർത്ഥനാ വിഷയം 12-16 വർഷമായിട്ട് ഇയാൾ വാടകയ്ക്ക്. ഇയാൾ എന്റെ അടുത്ത് വരുന്നത് തന്നെ വാടക കൊടുക്കാൻ കാശില്ല എന്ന പ്രാർത്ഥനാ വിഷയം കൊണ്ടാണ്. ഇത് പ്രവചിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ. പ്രവചിച്ച ഞാനും അമ്പരെന്ന് കേട്ട പുള്ളിയും അമ്പൻ. കാരണം ഒരു സാധ്യതയും മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഇയാൾ എന്റെ അടുത്ത് വരും. പാസ്റ്റർ എന്നോടാണോ പ്രവചിച്ചത്? ഇതെനിക്കറിയാമെന്നുള്ളത് കൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എസ്കേപ്പ് ആയി. കാരണം ഈ പുള്ളി എന്തായാലും വരും. പക്ഷെ എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. ഒരു സത്യം എപ്പോഴും മനസ്സിലാക്കി, ഒരു അഭിഷക്തൻ നിന്റെ തലയ്ക്ക് മീതെ ഒരു പ്രവാചക ശബ്ദം ഉയർത്തിയ എക്സ്പ്ലനേഷൻ ചോദിക്കരുത്. എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ പോയി. ഒറ്റ കാര്യം, ഈ ദൈവ ശബ്ദം പോലെ ഞാൻ ആയിത്തീരും. മറിയ ദൂതനോടൊരു വാക്ക് പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി. അതങ്ങനെ തന്നെ ആകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന ശബ്ദത്തെ നോക്കി നിങ്ങൾ പറയണം, ഇതങ്ങനെ തന്നെ. ഈ മനുഷ്യൻ അടുത്ത ഞായറാഴ്ചയും പറ്റും ഈ ദൂതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഞാൻ ഇയാളെ പതുക്കെ കാണാത്ത പോലെ നിൽക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. വീട് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാ, അതിനാ നീക്കം. 3-4 ആഴ്ച ഈ പുള്ളിയെ ഞാൻ കാണാതെ പോയി. അതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ. 5-ാമത്തെ ആഴ്ച ഇയാള് വന്ന് പുറകിരുന്ന് ആദ്യം എന്നെ ഉയർത്തി കാണിച്ചത് ഒരു പേപ്പർ. അപ്പൊ ഞാൻ ചിന്തി, ദൈവമേ ഉള്ള വീടിന്റെ ജപ്തിയാണോ? പുള്ളി ഒരു പേപ്പർ ഉയർത്തി. മീറ്റിംഗ് കഴിഞ്ഞ് പുള്ളി ഓടി വന്നു എന്നോട് പറഞ്ഞത്, ഈ പുള്ളിയുടെ കുടുംബത്തിലുള്ള ഒരാൾ ഒരു വീട് ഇഷ്ടദാനമായിട്ട് ഇയാൾക്ക് എഴുതി കൊടുത്തു. ആധാരം എന്റെ മൊബൈലിൽ ആധാരത്തിന്റെ ഫോട്ടോ വരെ ഉണ്ട്. അയാൾ എന്നോട് പറയുക, അവർക്ക് വട്ടായതാണ്. കാരണം അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈ പുള്ളി. പക്ഷെ അവരുടെ മക്കൾ അമ്മയെ USA കൊണ്ടുപോകുക. അപ്പൊ അമ്മ താമസിക്കുന്ന വീട് ഇതാർക്ക് കൊടുത്തു? ഈ അമ്മയുടെ മനസ്സിൽ വന്നത് ഈ പുള്ളിയുടെ പേര്. ഞാൻ പറഞ്ഞത്, ഞാനിത് ചോദിച്ചപ്പോ നീ ആദ്യം അവിടെ ഇരുന്ന് തല ചലിപ്പിച്ചു അല്ലേ? ആ ചലനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ മനോഹരമായ വീട് ഉയർത്തിക്കൊണ്ട് ദൈവം വരും. നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഏറ്റവും മനോഹരമായ വീട്, ഏറ്റവും നല്ല ഭവനം ഈ മോൾക്കുണ്ടായി വരട്ടെ കർത്താവേ. സാധ്യതകൾ എന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല, സാഹചര്യം എന്തെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ ഒരു അഭിഷക്തന്റെ വാക്കിന് അവൾ പ്രതികരിച്ചു. ആ പ്രതികരണം ഈ കുഞ്ഞിനൊരു മനോഹര വീട് കൊടുക്കണം. അത് യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടപ്പാ. അത് ഈ ദേശത്തിനൊരു അത്ഭുതമാകട്ടപ്പാ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ എന്റെ അച്ഛൻ എനിക്കൊരു മനോഹരമായ വീട് വെച്ചു. അന്നത്തെ കാലത്ത് ആ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പിന്നെ ഞാൻ കേട്ടത്. ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം. അതേ നാട്ടുകാർ എന്റെ 7 വയസ്സ് കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ഈ കൊച്ചു ജനിക്കണ്ടായിരുന്നു. എല്ലാം ഉള്ളൊരു വീട്ടിൽ ഞാൻ ജനിച്ചു. പക്ഷേ ഞാൻ ജനിച്ചതൊരു ഹൈന്ദവ സംസ്കാരത്തിലായതുകൊണ്ടും ഒരു ഹൈന്ദവ നിയമം വിശ്വസിക്കുന്ന വീട്ടിലായതുകൊണ്ടും ആ സംസ്കാരം അനുസരിച്ച്, ആ നിയമം അനുസരിച്ച് ജനിക്കുന്ന കുഞ്ഞിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ജാതകം. ഈ ബുക്കിനകത്ത് ജനന സമയം, ജനന നാഴിക, ജനന സമയത്തെ നാള്, പേര്, ഇതെല്ലാം വച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച ആസ്ട്രോളജർ, ജ്യോത്സ്യൻ ഒരു ലൈഫ് എഴുതും. പിന്നെ ഈ ബുക്കിനകത്താ നമ്മുടെ ലൈഫ്. എന്ത് സംഭവിച്ചാലും നമ്മൾ തുറക്കുന്നത് ഈ ബുക്കാ നമ്മളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഈ ട്രിവാൻഡ്രത്ത് ഈ ബുക്ക് നിയന്ത്രിക്കുന്നു. ബുക്ക് നിയന്ത്രിച്ച് തകർന്നറിഞ്ഞ ഒരുപാട് വീടുകൾ ഈ ട്രിവാൻഡ്രത്തുണ്ട്. ഈ പുസ്തകം എനിക്ക് എഴുതിക്കൊണ്ടു വന്നപ്പോൾ, ഈ പുസ്തകത്തിനകത്ത് എഴുതി വന്നപ്പോൾ, ഈ ജനിച്ച സമയം, ആ സമയത്തിന്റെ പ്രശ്നത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ട്: ഈവൻ വളരുന്തോറും കുടുംബം തളർന്നു പോകും, ക്ഷയിച്ചു. ഈ ഒരു വാക്ക് എന്റെ കുടുംബത്തെ ഭയപ്പെടും. ഈ ഒരു വാക്ക് എന്റെ വീടിനെ ഭയപ്പെടും. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു, എന്ത് പണം മുടക്കിയാണെങ്കിലും, എന്ത് മന്ത്രവാദമോ പൂജയോ നേർച്ചയോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഇതിനെ ജയിക്കും. പക്ഷെ മക്കളെ, ശാപത്തെ ജയിക്കാൻ പണത്തിന് കഴിയില്ല. ശാപത്തെ ജയിക്കാൻ ശാപം ചുമന്ന് ക്രൂശിൽ കയറിയ ഒരാളുടെ നാമത്തിൽ നിന്റെ ശാപത്തെ നിനക്ക് ജയിക്കാം. പക്ഷെ ഞങ്ങൾക്കിതറിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി കേക്ക് കെട്ടി. യെസ്, എന്റെ വീട്ടിൽ എന്റെ 1, 2, 3, 4, 5 ബർത്ത്ഡേക്കൊക്കെ ആദ്യം കട്ട് ചെയ്യുന്നത് കേക്കല്ല, ആദ്യം കട്ട് ചെയ്യുന്നത് കോഴിയും ആടുവാണ്. അപ്പൊ ചിലർ ചിന്തിച്ചു, കൊള്ളാം, ഞങ്ങളുടെ അച്ഛൻ 600 രൂപയുടെ കേക്കിൽ ഒതുക്കി. അരവിന്ദ് പാസിന്റെ അച്ഛൻ ബർത്ത്ഡേയുടെ അന്ന് മട്ടൻ, ചിക്കൻ കറി വെക്കാനല്ല, ഇതിന്റെ ജീവൻ കൊടുത്തിട്ടാണ് അടുത്ത വർഷത്തിലേക്ക് ഞാൻ കടന്നു. ഇതായിരുന്നു എന്റെ വീടിന്റെ സിസ്റ്റം. എന്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ എത്തുമ്പോൾ എന്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അച്ഛന്റെ മരണം കുടുംബത്തെ പ്രഹരിച്ചു. കുടുംബക്കാരും വീട്ടുകാരും എല്ലാം ഭയപ്പെട്ടു. എന്തുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചു? എന്തുകൊണ്ട് ഈ മനുഷ്യൻ അകാല മരണമുണ്ടായി? അവർ കണ്ടെത്തിയ കണ്ടെത്തൽ, ഈ ശാപം ഈ കുടുംബത്തെ ഒന്നൊന്നായി തകർക്കാൻ പോവാ. അന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനുജത്തിയും എൻ്റെ കുടുംബക്കാർക്കൊരു ശാപങ്ങളായി മാറി. ഇനി അവർ ആ നാട്ടിൽ നിന്നാൽ, ആ വീട്ടിൽ നിന്നാൽ, അവർ മുഖാന്തരം എല്ലാ കുടുംബവും തകർന്നു പോകുമെന്നുള്ള മതത്തിന്റെ വിശ്വാസം അവരുടെ അകത്ത് വ്യാപരിച്ചതുകൊണ്ട് അടുത്ത 1 വർഷത്തിനകത്ത് ക്രൂരമായ പീഡനങ്ങൾ, ക്രൂരമായ വേദനകൾ ഞങ്ങൾക്ക് തന്ന് ഒരമ്മ 2 മക്കളെയും കൊണ്ട് വിഷം വാങ്ങി ബാഗിലിട്ട് മരിക്കാൻ
വെടിവെച്ചൻ കോവിലിൽ നിന്നിറങ്ങിയ ആ അമ്മയുടെ മകനാണ് ഇന്ന് രാത്രി നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ നല്ല യൗവനം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടത് കരഞ്ഞും തകർന്നും തളർന്നുമാണ്. ഞാനത് പറയാൻ പോയാൽ അതൊരു വളരെ വിശാലമായൊരു അനുഭവം. കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും അപമാനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും തകർച്ചയുടെയും ഒരു യൗവനമാണ് എൻ്റെ. ശരീരം മുറിച്ച് കവിളിക്കൂടെ ശൂലം കുത്തിയിറങ്ങി രക്തം കൊടുത്ത് എന്റെ രക്ഷ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ എല്ലായിടത്തും ഞാനൊരു പരാജിതനായി. എന്റെ 17ാമത്തെ വയസ്സ് അരുവിക്കര എന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? ഡാമൊക്കെയുള്ള അരുവിക്കര. ആ സ്ഥലത്ത് വാടകക്കാരായി ഒരു കൊച്ചു വീട്ടിൽ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 110 രൂപയാണ് ആ വീടിന്റെ വാടക. ആ വീട്ടിൽ താമസിക്കുമ്പോൾ ജീവിതം വെറുത്ത് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കൊണ്ടല്ലേ എന്റെ വീട് ഇങ്ങനെ ആയിപ്പോയി. മരിച്ചാൽ മതി. പക്ഷേ അമ്മയെയും പെങ്ങളെയും ഓർമ്മിക്കുമ്പോൾ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഞാൻ മരിക്കാത്തത്. ബന്ധുക്കളുടെ അടുത്ത് പോയാൽ ശാപമാക്കും. ആരുടെ വീട്ടിൽ ചെന്നാലും കയറ്റത്തില്ല. ഏത് ബന്ധുക്കളുടെ വീട്ടിൽ ചെന്നാലും അടിച്ചിറക്കി വിടും. കാരണം അത്രയ്ക്ക് കൊള്ളരുതാത്ത കുടുംബമായി എന്റെ കുടുംബത്തെ മാറ്റിമറിച്ചു. എന്റെ 17ാമത്തെ വയസ്സിൽ ആ കൊച്ചു വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ 65 വയസ്സുള്ള ഒരു അമ്മച്ചി കയ്യിൽ കുറെ പേപ്പറുകളുമായി ഓരോ വീട്ടിലും കയറി ഇറങ്ങി എന്റെ ആ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മുമ്മ, ഞങ്ങൾ നിങ്ങളുടെ ആളല്ല. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ആ അമ്മുമ്മ വെള്ള സാരിയൊക്കെ ഉടുത്തപ്പോ എനിക്ക് പെന്തക്കോസ്റ്റ് എന്ന പേരറിയത്തില്ലെങ്കിലും ചില പള്ളിക്കാർ ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് ബഹളം ഉണ്ടാക്കുന്ന പള്ളിയിലെ ആളാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ അമ്മുമ്മയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ആളല്ല, ഇതിവിടെ വേണ്ട. കാരണം എന്റെ മനസ്സ് നിറയെ ഞാൻ ജനിച്ച മതം, എന്റെ കുടുംബം, എന്റെ സംസ്കാരം, ഇതാ എന്റെ അകത്ത് തിങ്ങിക്കണം. ഈ അമ്മച്ചി ഞാനിത് പറഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വീണ്ടും വന്നു. കാരണം ആ അമ്മച്ചിക്ക് വെളിപ്പാടുണ്ടായി. ഈ കിങ്സ് ജനറേഷൻ എന്ന ഈ മൂവ്മെന്റ് ചില അഭിഷക്തന്മാർക്ക് ദൈവം കൊടുത്ത റെവലേഷനാണ്. അതിന് വാല്യൂ ഉണ്ട്. ഒരമ്മച്ചിയുടെ അകത്ത് കിട്ടിയ ഒരു വെളിപ്പാടാണ് അമ്മച്ചി മടങ്ങി എന്റെ വീട്ടിൽ വന്നത്. ഒരു പക്ഷേ അമ്മച്ചി തിരികെ എന്റെ വീട്ടിൽ വന്നതാണ് എന്റെ 2ാമത്തെ ചരിത്രം തുടങ്ങാൻ കാരണമായത്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഇവിടെ നടന്നു എന്ന കാരണത്താൽ ചിലർക്കൊരു സെക്കൻഡ് ലൈഫ് തുറക്കാൻ പോവുകയാണ്. വിശ്വസിച്ചോ. ഈ അമ്മച്ചി എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ ദേഷ്യത്തോടെ അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് എന്തിനാ വീണ്ടും വന്നതെന്ന് ചോദിക്കാൻ ചെന്നപ്പോ ഈ അമ്മച്ചി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് വിടുതലുണ്ട്. സഹോദരങ്ങളെ, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കാണാത്ത മന്ത്രവാദികളില്ല, ചെല്ലാത്ത സ്ഥലങ്ങളില്ല. ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല നീ രക്ഷപ്പെടും. പക്ഷെ ഞാൻ അറിയാത്ത, എന്നെ അറിയാത്ത ഒരമ്മച്ചിയെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് വിടുതലുണ്ട്. വാട്ട് എ പവർഫുൾ വേർഡ്. അടുത്ത അമ്മച്ചനോട് പറഞ്ഞു, എന്റെ ചർച്ച് ഇവിടെ ഉണ്ട്, ആ ചർച്ചിൽ ഒന്ന് വന്നാൽ നീയും നിന്റെ കുടുംബവും വിടുവിക്കപ്പെടും. യേശു എന്നോ യേശുവിലുള്ള വിശ്വാസമോ അല്ല എനിക്കപ്പോൾ എന്നിൽ ജനിച്ചത്. ഞാൻ യേശുവിന്റെ ഡിവിനിറ്റി, യേശു എന്ന നാമത്തിലുള്ള ദൈവശാസ്ത്രം ഒന്നും പഠിച്ചിട്ടല്ല ഞാൻ രക്ഷകനായി സ്വീകരിച്ചത്. നിങ്ങളോ
എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ ചർച്ച വരത്തില്ല. എല്ലാം പൊട്ടിപ്പാളിഷായി തകർന്ന് ഇനിയും ചിലർ പറഞ്ഞു, കർത്താവേ നാളെ സൂര്യൻ ഉദിക്കല്ലേ. അപ്പോഴാ പല പാസ്റ്റർമാരുടെയും ഫേസ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് തന്നെ. എനിക്കങ്ങനെ ഈ അമ്മച്ചി പറഞ്ഞ 2 വാക്കിനെ ഞാൻ വിശ്വസിച്ചു. 1, നിനക്ക് വിടുതലുണ്ട്. 2, എന്റെ ചർച്ചയിൽ വന്നാൽ നിന്നെ ദൈവം വിടുവിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ അമ്മച്ചിക്ക് എന്താ ഇത്ര ധൈര്യം? എന്റെ ചർച്ചയിൽ വന്നാൽ നിങ്ങൾ വിടുവിക്കപ്പെടും. പിന്നെ എനിക്ക് മനസ്സിലായി, അമ്മച്ചി പോയത് പരിശുദ്ധാത്മാവുള്ള ചർച്ചിലാണ്. ഹല്ലേലൂയ. ഇല്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വരും. അമ്മച്ചി എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12:30 വരെ പോയിരുന്നു ഉറങ്ങിയിട്ട് വീട്ടിൽ പോകും അല്ലായിരുന്നു. അച്ഛൻ എന്തെങ്കിലും പറയും. അങ്ങനത്തെ സൺഡേ ആരാധന നടത്തുന്നവരുണ്ടോ ഇവിടെ? ഉള്ളിക്ക് തോന്നുന്നു പറയട്ടെ, ഞാൻ വന്നിരുന്ന് ഉറങ്ങിക്കും. അങ്ങനെയുള്ള ആരാധനകളുടെ സിസ്റ്റത്തിൽ നിന്ന് നീ പുറത്തു വാ. ഈ പുള്ളിയെ വിളിച്ചത് അപകടമാവും. എനിക്കറിയാം, ചിലപ്പോൾ അപകടമാവും. ആർക്ക്? മതത്തിന്. ഞാൻ റിലീജിയന് ഡേഞ്ചറസ് ആണ്. 2, ട്രഡീഷന് ഞാൻ ഡേഞ്ചറസ്. ഇത് 2 ഉള്ളവർക്ക് ഞാൻ സ്യൂട്ടാവും. ഞായറാഴ്ച നിന്നെ ഇരുത്തി ഉറക്കുന്ന ചർച്ചാണ് നിന്റെ സ്പിരിച്വാലിറ്റിയെ നിയന്ത്രിക്കുന്നതെങ്കിൽ നീ അധികം ഒന്നും വിശ്വസിച്ചിട്ട് കാര്യം. നിന്റെ ആത്മമനുഷ്യനെ തൊട്ടുണർത്തുന്ന, നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശബ്ദത്തെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന, ആത്മാവിന്റെ ശുശ്രൂഷ നയിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ആത്മതലത്തിനകത്തേക്ക് നീ കയറാൻ താല്പര്യപ്പെട്ടാൽ ഒരുപക്ഷെ തിരുവനന്തപുരം പട്ടണത്തിന്റെ അടുത്ത അത്ഭുതം നീ ആരാൻ സാധ്യതയുണ്ട്. പറയേണ്ടത് എന്റെ കടമ, തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കടമ. എന്റെ ചർച്ചിന് 150 വർഷത്തെ പാരമ്പര്യം ഉണ്ടോ എന്നല്ല ഒരു തലമുറ ചോദിക്കേണ്ടത്. നിന്റെ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ചോദിക്കണം. കുക്കു സാഹിബ് നേരിട്ട് കല്ലിട്ട ചർച്ച എന്നല്ല നീ ചോദിക്കേണ്ടത്. ഈ ചർച്ച ആത്മശക്തിയിലാണോ നിലനിൽക്കുന്നതെന്ന് ചോദിക്കണം. എന്റെ മോനെ, നിന്റെ അകത്ത് കയറിക്കൂടുന്ന പാപ സ്വഭാവത്തെ നിന്റെ അകത്തുനിന്ന് വലിച്ചു പറിച്ചു കളയാൻ ആത്മശക്തിയിൽ ആരാധിക്കുന്ന ഒരു ഞായറാഴ്ച നീ കയറി ഇരുന്നാ മതി. നീ പോലും അറിയാതെ നീ ജയിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Change your spiritual style. Change your spiritual life. ഒരാത്മ ജീവിതത്തിന് ഉയരങ്ങളിലേക്ക് നിങ്ങളെ പ്ലേസ് ചെയ്യാൻ കഴിയും. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നല്ല സ്ഥലങ്ങളെ ചൂസ് ചെയ്യും, നല്ല ദേവദാസന്മാരെ ചൂസ് ചെയ്യും, നല്ല പ്രവാചകന്മാരെ ചൂസ് ചെയ്യും, നല്ല സ്പിരിച്വൽ ഫാദേഴ്സിനെ ചൂസ് ചെയ്യും. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ, നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ ബയോളജിക്കൽ മദർ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പൻ, ബയോളജിക്കൽ ഫാദർ, അദ്ദേഹത്തിന് നിങ്ങൾ എവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയും. നിങ്ങളുടെ ബയോളജിക്കൽ ഫാദർ നിങ്ങൾ എവിടെ ജനിച്ചെന്ന് തീരുമാനിച്ചു. പക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറിന് നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്കൊരു ബയോളജിക്കൽ ഫാദർ ഉള്ളതുപോലെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരിക്കണം. ഇതിനകത്ത് അങ്ങനെ ഒന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ബി റെഡി. നിങ്ങളുടെ ഭൗമിക അപ്പൻ നിങ്ങൾ എവിടെ ജനിച്ചെന്ന് പറയും. നിങ്ങളുടെ ആത്മീക അപ്പൻ നിങ്ങൾ എവിടെ എത്തുമെന്ന് പറയും. ഒരു സ്തോത്രം പറയാമോ? ഇതൊരു മീറ്റിംഗ് കൊണ്ട് നിങ്ങളെ പറഞ്ഞു വിടേണ്ട മീറ്റിംഗ് അല്ല.
ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ലൈഫിന്റെ ഒരു അന്തരീക്ഷം ഞാൻ തുറന്നു തരികയാണ്. ജനിച്ചിട്ട് ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ജനിച്ചിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക. ഈ ദേശത്തൊരു തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ആത്മാവിന്റെ മേഘം തുറന്നുകൊണ്ടുവരട്ടെ. ഒരു മേഘത്തിൻ കീഴിലേക്ക് ഒരു ജനറേഷനെ പിടിച്ചെടുക്കുന്നത് പോലെ ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ് ഈ ദേശത്തിന് ഇതുവരെ ലഭിക്കാത്ത. ഈ ദേശത്ത് പള്ളിയുണ്ട്, ഈ ദേശത്ത് പാസ്റ്റർമാരുണ്ട്, ഈ ദേശത്ത് അച്ഛന്മാരുണ്ട്, ഈ ദേശത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ട്. എന്നാൽ ഈ മീറ്റിംഗോടുകൂടി ഈ ദേശത്തൊരു ഗ്ലോറി ക്ലൗഡ് വരും. തലമുറകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ആത്മതലം, തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ആത്മതലം. ജനിപ്പിച്ച അപ്പൻ പറയുന്നു നിന്നെ കൊണ്ട് പ്രയോജനമില്ല. ജനിപ്പിച്ച അപ്പൻ പറയുന്നു നീ എന്റെ വീടിന് നാശമാണ്. ജനിപ്പിച്ച അപ്പൻ പറയുന്നു നീ ശാപമാണ്. എന്നാൽ നിനക്കൊരാത്മാവിന്റെ അപ്പൻ വന്ന അവൻ നിന്റെ കൈക്ക് പിടിച്ച് നിനക്ക് ഇതുവരെ തുറക്കാത്ത ഡെസ്റ്റിനി തുറന്നു തരും. ശബ്ദമുയർത്തി നല്ല ആത്മീക അപ്പന്മാരെ ഈ ജനതയ്ക്ക് കിട്ടട്ടെ. നല്ല ആത്മീക അപ്പന്മാരെ ഈ തലമുറയ്ക്ക് കിട്ടട്ടെ. നിങ്ങൾക്കൊരു നല്ല ഡെസ്റ്റിനി ഉണ്ട് കുഞ്ഞുങ്ങളെ. ഏതോ ഒരു പഞ്ചായത്തിൽ തീരേണ്ടതല്ല നിങ്ങളുടെ ഡെസ്റ്റിനി. അത് നിങ്ങൾക്ക് തുറക്കാൻ പോവാ. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട്. എന്തുകൊണ്ട് അമ്മച്ചി ധൈര്യത്തോടെ പറഞ്ഞു? കഴിഞ്ഞ ഞായറാഴ്ചയും അമ്മച്ചി പോയി ഉറങ്ങിയിട്ട് വരികയല്ല. കഴിഞ്ഞ ഞായറാഴ്ചയും ആ ചർച്ചിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടായി. അമ്മച്ചി കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, അതിനകത്ത് അമ്മച്ചിക്കുണ്ടായ വിശ്വാസം ഈ കുടുംബത്തെയും ദൈവം വിടുവിക്കും. ആ ഒറ്റ വാക്കിലാണ് എന്റെ കോഴ്സ് അനുഭവമുള്ള പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ചർച്ചിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയി. പറയാൻ ഒരുപാടുണ്ട്, അതെല്ലാം ഞാൻ വിടുന്നു. ഞാൻ ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പോയത്. ഞാൻ യേശുവിനെ വിശ്വസിക്കാൻ പോയ ആളല്ല, അവിടെയെങ്കിലും ചെന്ന് കാര്യം സാധിപ്പിക്കാൻ പറ്റുമെന്ന് പോയത്. സത്യത്തിൽ എന്റെ സാഹചര്യം മാറുമോ, ഇവിടെയെങ്കിലും പോയാൽ മാറുമോ എന്ന് ചിന്തിച്ച് കയറി ചെന്ന എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മനസ്സിലായി ഇതിനകത്ത് എന്തോ സത്യമോ. എന്റെ കയ്യിൽ എന്റെ പാസ്റ്റർ തുറന്നു വച്ചു തന്ന ബൈബിളിൽ നിന്ന് അദ്ദേഹം എന്നെ വായിപ്പിച്ച 1-2 വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എന്റെ അകത്ത് ആരോ പറഞ്ഞു ഈ വചനം നിന്നെ രക്ഷിക്കും. ബൈബിൾ പള്ളിയിൽ പോകാനുള്ള ലൈസൻസ് അല്ല. ബൈക്ക് എടുക്കുമ്പോ ഹെൽമെറ്റ് എടുത്തില്ലേ, പള്ളിയിൽ പോകുമ്പോ ബൈബിൾ എടുത്തില്ലേ, ഇതല്ല നിന്റെ വീട്ടിൽ കേൾക്കേണ്ടത്. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, അർത്ഥം ഞാൻ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുന്നു, കാരണം ദൈവം ഇവിടെ ഉണ്ട്. It's a God's voice. ഞാൻ എപ്പോഴും ബൈബിൾ എന്റെ കയ്യിലെടുക്കുമ്പോ ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമായിട്ടല്ല എടുക്കുന്നത്. ഇതെനിക്കൊരു സൂപ്പർ നാച്ചുറൽ ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എപ്പോ ബൈബിൾ എടുത്താലും ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ബുക്കാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനോ രാജാക്കന്മാർക്കോ രാജ്യങ്ങൾക്കോ അന്തരീക്ഷത്തിനോ പ്രപഞ്ചത്തിനോ ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത അസാധാരണ കാര്യങ്ങൾ ദൈവവും ദൈവത്തിന്റെ മനുഷ്യരും തമ്മിൽ ഒരുമിച്ച് നിന്ന് നടത്തിയ സൂപ്പർ നാച്ചുറൽ ചരിത്രങ്ങൾ എഴുതിയ എ സൂപ്പർ നാച്ചുറൽ ബുക്ക്. അങ്ങനെ നിങ്ങൾ ഈ ബുക്ക് തുറന്നു വായിക്കണം.
കഴിവില്ലാത്തവനും പരാജയപ്പെട്ടവനും തകർന്നവനും വീടില്ലാത്തവനും കുടുംബമില്ലാത്തവനും നാട്ടുകാർ മാറ്റി നിർത്തിയവനും വീട്ടുകാർ ഇറക്കിക്കളഞ്ഞവനും അങ്ങനെ 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 പരാജയത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട പലരും ദൈവത്തിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത അത്ഭുത ചരിത്രം അവനാണ് തുടങ്ങിയത്. ഈ വേദപുസ്തകത്തിൽ ഞാൻ ഒരുപാട് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഈ ബൈബിൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? ഈ ബൈബിൾ എന്നോട് സംസാരിച്ചത് ഇത്രയും നീ വായിച്ചില്ലേ? അതെ, നെക്സ്റ്റ് ഈസ് യു. നിങ്ങൾ ഇതിനകത്തുള്ള എത്ര അത്ഭുതങ്ങൾ വായിക്കുമ്പോഴും അബ്രഹാമിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു, ഇസഹാക്കിന് വേണ്ടി പ്രവർത്തിച്ചു, ജോസഫിന് വേണ്ടി പ്രവർത്തിച്ചു, ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചു, പത്രോസിന് വേണ്ടി പ്രവർത്തിച്ചു, അവരുടെ കൂടെ പ്രവർത്തിച്ചു, ദൈവം അവർക്ക് അത്ഭുതം ചെയ്തു. ഇങ്ങനല്ല വായിക്കേണ്ടത്. ആ തലമുറയിൽ അവരുടെ കൂടെ നിന്ന ദൈവം ഈ തലമുറയിൽ എന്റെ കൂടെ നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഈ സൂപ്പർ നാച്ചുറൽ വണ്ടേഴ്സ് അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് ഈസ് യു. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചിട്ട് പറ, അടുത്ത അത്ഭുതം നീയാണ്. Come on. അടുത്തൊരു ജനറേഷൻ വായിച്ച് വിശ്വസിക്കാൻ പോകുന്നത് അബ്രഹാമിന്റെ കഥയല്ല, അരവിന്ദ് മോഹന്റെ ചരിത്രമാണ്. അടുത്തൊരു തലമുറ വായിച്ച് ജീവിക്കാൻ പോകുന്നത് യോസഫിന്റെ കഥയല്ല, അനു ജേക്കബിന്റെ ചരിത്രമാണ്. ഇന്ന് രാത്രി അടുത്ത തലമുറയുടെ വിശ്വാസത്തെ ജനിപ്പിക്കാൻ ഈ ജനറേഷനിൽ ദൈവം നിന്നെ വിളിക്കുന്നു. നെക്സ്റ്റ് ഈസ് യു. വിശ്വസിക്കും, അടുത്തത് നിങ്ങളാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ ചർച്ചിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ എന്തോ ഉണ്ട്, ഇതിലെന്തോ ഉണ്ട്. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞ് എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് ചേർന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, നിങ്ങളുടെ ഏറ്റവും നല്ല കൗൺസിലർ, നിങ്ങളുടെ ഏറ്റവും നല്ല അഡ്വക്കേറ്റ്, നിങ്ങളുടെ ഏറ്റവും നല്ല കമ്പാനിയൻ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അത് ഹോളി സ്പിരിറ്റ്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് വന്നപ്പോൾ കഷ്ടതയാണെങ്കിലും പട്ടിണിയാണെങ്കിലും സ്ഥിതിയൊന്നും മാറിയിട്ടില്ല. വീട്ടിൽ ഫുഡ് പോലും ഇല്ല. അന്ന് ചർച്ചുകളിൽ ഇന്നുണ്ടോന്ന് അറിയത്തില്ല, ഇന്ന് എന്റെ ചർച്ചിലില്ല. അന്ന് ഈ ആൾക്കാർ പഞ്ചസാര, അരിയും മുളക് പൊടിയും ഇല്ലേ, ചെറുപയർ, അതിനെന്തോ പറയുമല്ലോ പക്ഷെ പിടിയരിയും. ഇപ്പൊ അങ്ങനത്തെ സമ്പ്രദായമില്ല. കുഴപ്പമില്ല, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിന് വേണ്ടി വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ആ ലിസ്റ്റിലെ സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലെത്തും. ഞാനൊരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം, ഒന്നുമില്ലെങ്കിൽ ഒരു ഉപ്പെങ്കിലും വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്റെ വീട്ടിൽ ഉപ്പിന്റെ ബഹളമായി. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഷെൽഫ് നിറയെ സ്റ്റേജ് വെച്ച് പറയുമ്പോ ആൾക്കാർ 10 കവറുപ്പ്, 5 കവറുപ്പ്, അതിനാണെങ്കിൽ പൈസ ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ നടത്തുന്നത് നിങ്ങളുടെ അപ്പോസ്തലന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതിന് ഭയങ്കര സീക്രട്ടാണ്. അപ്പൊ എന്റെ ചർച്ചിൽ എന്റെ പാസ്റ്ററിന് കൊണ്ടുകൊടുക്കുന്ന അരിയും പഞ്ചസാരയും ആൾക്കാർ പോയി കഴിയുമ്പോൾ പാസ്റ്റർ കവറിലാക്കി എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അതായിരുന്നു എന്റെ വീട്ടിലെ ഫുഡ്. നിങ്ങളൊക്കെ ഇന്ന് എത്ര നല്ല ശ്രദ്ധിച്ച മീറ്റിങ്ങിന് ഇരിക്കുന്നത്. ഞാൻ പോയി ഇരുന്നിട്ട് ആകെ ശ്രദ്ധിക്കുന്നത് ഈ ആഴ്ചത്തെ യോഗ വിവരം പറയുമ്പോൾ ഞാൻ പേപ്പറും പേനയാണ്. എന്തിനാണെന്നറിയോ? ഒരു മീറ്റിംഗ് പോലും മിസ്സാകും. ചൊവ്വാഴ്ച ഇന്ന ആളുടെ മീറ്റിംഗ്, വ്യാഴാഴ്ച ഇന്ന ആളുടെ മീറ്റിംഗ്, മറന്നു പോകാതിരിക്കാൻ എഴുതി വെക്കും. അന്ന് നല്ല ഫുഡ് കിട്ടും. പക്ഷേ ഒന്നും എന്റെ ജീവിതത്തിൽ മാറാതിരിക്കുമ്പോഴും ആ ഞായറാഴ്ച ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം എന്റെ അകത്ത് പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു. സാഹചര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ അകത്തൊരു വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു.
അവസാനം ഒരിക്കൽ വീടിന് വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ ഞങ്ങൾ ഈ യേശുവിനെ അറിഞ്ഞു എന്ന് കുടുംബക്കാരും ഒക്കെ അറിഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങള് ഇവിടെ നശിച്ചു പോയാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ മതക്കാർക്കും പ്രശ്നം കാണും. പക്ഷെ നിങ്ങൾ ഒരു ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് പോയി നോക്കും, ഈ നാട്ടിൽ പലരും നിങ്ങൾക്ക് എതിരാണ്. കാരണം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് അവർക്കറിയാം. ഇതുപോലെയായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ പള്ളിയിൽ പോയെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും എതിരാണ്. അതൊരുപാട് വിഷയമാണ്, ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ വീടിന്റെ ഉടമസ്ഥൻ വന്ന് വാടക തന്നിട്ട് കയറിയാ മതി എന്ന് പറഞ്ഞ് വീട് പൂട്ടി പുറത്തിരുത്തി, പോകാൻ സ്ഥലമില്ല. അവസാനം രക്ഷിക്കപ്പെട്ട ചർച്ചിന്റെ മുറ്റത്ത് ഇതുപോലൊരു ഹോൾ, അതിന്റെ മുറ്റത്ത് പോയി ഒരു വൈകുന്നേരം ഇരുന്നു സമാധാനത്തിൽ. ഞാൻ അമ്മയോട് ചോദിച്ചു, നമ്മൾ രക്ഷപ്പെടത്തില്ലല്ലേ? യേശുവിന് പോലും നമ്മളെ ഉയർത്താൻ കഴിയില്ല. പക്ഷെ അന്ന് എന്റെ അമ്മയോട് പറഞ്ഞത്, യേശു എന്ന് പറയുന്ന ഈ രക്ഷകൻ അല്ലെങ്കിൽ ഈ ദൈവം നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലല്ലോ. നമ്മൾ കേട്ടിട്ടില്ല, യേശു നമ്മളെ വിളിച്ചതാണ്. നമ്മുടെ സ്ഥിതി മാറും. അടുത്തയാളോട് പറ, നിന്റെ സ്ഥിതി മാറുമെന്ന്. അന്ന് രാത്രി അവിടെ ഇരുന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ അറിഞ്ഞ് എന്റെ പാസ്റ്റർ വന്നു, 1-2 വിശ്വാസികൾ വന്നു. അവസാനം അവരൊരു തീരുമാനം പറഞ്ഞു, ഇവർക്ക് എന്തായാലും ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. തൽക്കാലം ചർച്ചിന്റെ തൊട്ടടുത്ത് ഒരു അങ്കിളിന്റെ വസ്തുവുണ്ട്, ആ വസ്തുവിൽ നമുക്കൊരു ഷെഡ് കെട്ടിക്കൊടുക്കാം. അറ്റൻഡി വന്നിട്ടുണ്ടോ? അരുവിക്കര വീട്ടിൽ വന്നിട്ട് ഒരഭയാർത്ഥിയെ പോലെ, അടിമകളെ പോലെ അവരന്ന് കെട്ടിത്തന്ന ആ വസ്തുവിലെ ഷെഡിൽ ഞാൻ ജനിച്ച ജനനം നിങ്ങൾ മറക്കരുത്. അഭയാർത്ഥികളെ പോലെ വാതിലിന് പകരം ചാക്ക് കീറിക്കെട്ടി 18-ാമത്തെ വയസ്സ് മുതൽ 22-ാമത്തെ വയസ്സ് വരെ ആ ഷെഡിൽ കിടക്കും. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു, ശ്രീദേവി മക്കള് തീർന്നു. പക്ഷെ എന്റെ മിനിസ്ട്രിയുടെ ആദ്യത്തെ ടെന്റ് ഞാൻ അടിച്ചത് ആ വസ്തുവിലാണ്. നീ നിന്റെ കഥയിലല്ല, നീ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കഥയിലാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഐ ആം നോട്ട് ഇൻ മൈ സ്റ്റോറി, ഐ ആം ഇൻ ഗോഡ്സ് സ്റ്റോറി. ചാക്ക് കീറിക്കറ്റി ഷെഡിൽ കിടന്നു. എല്ലാവരും പുച്ഛിച്ച് തള്ളുമ്പോ ജീവിതം മടുത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്റെ അമ്മ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. എനിക്ക് രക്ഷയില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ ഈ പ്രാർത്ഥന വരെ വെറുത്തു. എന്നാലും അമ്മയെ കരയിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂടെ പോയിരിക്കും. ആ കൺവെൻഷനിൽ ഞാൻ പുറകിലിരിക്കുമ്പോൾ വരുന്ന പാസ്റ്റർ എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഞാൻ മോളെ ഫ്രണ്ടിൽ വിളിച്ച പോലെ എന്നെ ഫ്രണ്ടിൽ കൊണ്ട് വന്നിട്ട് പറയും, നീ ഒരു അത്ഭുതമാകാൻ പോവാണ്, നീ അനേകം തലമുറകൾക്ക് ഒരു അത്ഭുതമാകാൻ പോവാണ്, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ പോവാ. ഞാൻ പുച്ഛിച്ചിട്ടിറങ്ങി. നന്നായി ഒരു ഭക്ഷണം കഴിക്കാൻ ഗതി തരാത്ത യേശുവാണ് ഇനി എന്നെ അങ്ങ് എന്തോ ആക്കാം. പക്ഷെ പിന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്റെ വീട്ടിലെ അരിക്കലം കണ്ടിട്ടല്ല യേശു പ്രവചിക്കുന്നത്, എന്റെ അമ്മയുടെ പേഴ്സിലെ പൈസ കണ്ടിട്ടല്ല ദൈവം പ്രവചിക്കുന്നത്. ദൈവം നിന്നോട് ദൂത് പറയുന്നത് ദൈവത്തിന്റെ റേഞ്ചിലാണ്.
ആ റേഞ്ച് നിനക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, വിശ്വസിച്ചുകൊണ്ട് രാമൻ പറഞ്ഞ ആ ദൈവതലം നിന്റെ മേൽ ഇറങ്ങി വരും. ആ ഷെഡിൽ എന്നും രാത്രി എന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ട് കേട്ട് ഞാനും കരയും. അവസാനത്തെ പ്രതീക്ഷ എന്ന വണ്ണം ഞാനും കരഞ്ഞ് യേശുവിനോട് പറഞ്ഞു, എന്റെ ഗതിയൊന്നും മാറ്റ്. ഞങ്ങൾ ഇത്രയും ആരാധിക്കുന്നില്ലേ, എല്ലാവരും എതിർത്തിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ലേ, ഇനിയെങ്കിലും ഈ ഗതിയൊന്നും മാറ്റ്. ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു യാചകനെ പോലെ ഞാൻ കരയുവാൻ, കരഞ്ഞ് കരഞ്ഞ് ഞാൻ ഉറങ്ങുക. എന്റെ സ്ഥിതി മാറി. പക്ഷെ ഒരു ദിവസം ഒരു മീറ്റിംഗിന് ഞാൻ പോയിരുന്നപ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിച്ചൊരു പ്രസംഗം എന്റെ കണ്ണു തുറന്നു. എന്റെ മേലൊരു വെളിച്ചം വരുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒന്നാമത്തെ വെളിപ്പാടാണ് എന്റെ ജീവിതത്തിന്റെ അതിര് ചലിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ കേട്ട ശബ്ദം ഏതായിരുന്നെന്നറിയോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വേദഭാഗം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വേദഭാഗം. അന്ന് എന്റെ കാതുകളിൽ അതെത്തി. ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ പിതാവായ ദൈവം നിന്റെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെയെങ്കിൽ നീ ഇനി അടിമയല്ല, നീ മകനാണ്. നീ മകനാണെങ്കിൽ നീ അവകാശി. 10-15 വർഷങ്ങൾക്ക് മുൻപ് ഈ വചനം എന്റെ കാതിലെത്തിയപ്പോൾ ഇതെനിക്കൊരു പ്രസംഗമായിരുന്നില്ല, ഇതെനിക്കൊരു വെളിച്ചമായി. മക്കളെ, എന്റെ ലൈഫിന്റെ ടേണിംഗ് ഞാൻ ഈ പറയുന്നത്. എനിക്കിതൊരു നല്ല മെസ്സേജ് അല്ല, എന്തോ ഇതെന്നെ തൊടുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, കാരണം എനിക്കിതിനെ കുറിച്ച് വലിയ പാരമ്പര്യം അറിയില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ഈ വചനം കേട്ട് എന്റെ കുടിലിച്ചത് പതിവ് പോലെ എന്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഞാനും പോയിരുന്നു. പഴയതുപോലെ യേശുവേ എന്റെ സ്ഥിതി മാറ്റണേ എന്ന് കരയാൻ വേണ്ടി ഞാൻ ഇരുന്നപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ അകത്തുനിന്ന് ആരോ പറഞ്ഞു, ഞാൻ മകനാണ്. ഞാനല്ലാതെ പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേ തുടങ്ങും. ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പായിടുമ്പോ ഞാൻ കരച്ചിലോ. ഞാനായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എനിക്കൊന്നുമില്ലേ, എന്റെ എല്ലാം പോയേ. പക്ഷെ അന്ന് എന്റെ അകത്തിരുന്ന് ആരോ പറഞ്ഞു, നീ മകനാണ്. നിങ്ങൾ എല്ലാം മറന്നാൽ നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യിക്കാൻ പോകുന്ന ഈ സത്യം മറക്കരുത്. അന്ന് വരെ ഞാൻ വിശ്വസിച്ചത് ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ അന്ന് എന്റെ അകത്ത് ആരോ പറഞ്ഞു, നീ മകൻ, യേശു നിന്റെ അപ്പനുമാണ്. അടുത്തിരിക്കുന്നയാളോട് പറ, നീ മകളും നീ മകനും യേശു നിന്റെ അപ്പനുമാണ്. ദൈവമായ യേശു എനിക്കെന്റെ അപ്പനായി മാറി. അന്ന് രാത്രി ഞാൻ അധികം പ്രാർത്ഥിച്ചു. ഞാൻ 3-4 പ്രാവശ്യം ഇത് പറഞ്ഞു, അപ്പാ ഞാൻ നിന്റെ മകനാണ്. ഇന്ന് രാത്രി നിങ്ങൾ വായിച്ച വേദഭാഗം എന്താണെന്ന് ദൈവം നിങ്ങളെ ദൈവമേ എന്ന് വിളിപ്പിച്ചതല്ല, അബ്ബാ. ചേർന്ന് എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, അബ്ബാ. എല്ലാരും പറഞ്ഞേ, അബ്ബാ. അപ്പനെ വിളിക്കാൻ ലജ്ജയില്ലാത്ത എല്ലാവരും നാമം തുറന്ന് പറഞ്ഞു, അബ്ബാ. അബ്ബാ
is not a name. Abba is a relation. ആരാണോ അബ്ബാ എന്ന് വിളിക്കുന്നത് അവന്റെ അകത്തേക്ക് തുറക്കുന്നത് റിലീജിയൻ അല്ല, അവന്റെ അകത്തേക്ക് തുറക്കുന്നത് ഒരു ബന്ധമാണ്. ഇന്ന് രാത്രി എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ആ ബന്ധം തുറക്കാൻ പോവുകയാണ്. അബ്ബ എന്ന വേടിന്റെ അർത്ഥം മൈ ബിലവഡ് ഫാദർ. എന്റെ മകൻ ഇടയ്ക്ക് എന്നെ പപ്പ എന്ന് വിളിക്കും, ഇടയ്ക്ക് എന്നെ പപ്പച്ചി എന്ന് വിളിക്കും. ചിലപ്പോ എന്ത് വിളിക്കുന്നത് നമുക്ക് പോലും മനസ്സിലാക്കില്ല. അതെല്ലാം അവനും ഞാനുമായുള്ള ബന്ധത്തിന്റെ ആഴമാണ്. അബ്ബ എന്ന വാക്ക് നിങ്ങൾക്ക് തരുന്നത് ഒരു മതമല്ല, ഒരു കുടുംബമാണ്. നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവനാകട്ടെ, നിങ്ങൾ ഏത് സംസ്കാരത്തിൽ ജനിച്ചവരാകട്ടെ, നിങ്ങൾ ഏത് സംഘടനയിലുള്ളവരാകട്ടെ, യേശു നിങ്ങൾക്ക് തന്നത് ഒരു ബന്ധവും യേശു നിങ്ങൾക്ക് തുറന്നത് ഒരു കുടുംബവുമാണ്. അടുത്ത രാത്രി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എന്റെ വായിൽ വലിയ പ്രാർത്ഥന വന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഫാദർ, I am your son. Father, I am your son. Father, I am your son. നിങ്ങൾക്കൊരു സത്യം അറിയാം, കഴിഞ്ഞ ദിവസം വരെ ഞാനൊരു യാചകനെ പോലെ കരയുകയാണ്, ഒരടിമയെ പോലെ വിലപിക്കുകയായി. എന്നാൽ ഈ വചനത്തിന്റെ വെളിച്ചം എനിക്ക് തുറന്നു കിട്ടിയപ്പോ ഞാൻ വിലപിക്കുകയല്ലായിരുന്നു, ഞാൻ എന്റെ സ്റ്റാൻഡ് പറയുകയായിരുന്നു. ഞാൻ മകനാണെങ്കിൽ എനിക്കൊരവകാശമുണ്ട്. എന്റെ അനീഷ് പാസ്റ്ററെ ഞാനൊരു 2.5 മാസം ഇത് പറഞ്ഞു, 2.5 വർഷം ചലിക്കാത്ത വിഷയങ്ങൾ 2.5 മാസം കൊണ്ട് ഇളകുന്നത് ഞാൻ കണ്ടു. 2.5 വർഷം കരഞ്ഞിട്ട് നടക്കാത്തത് 2.5 മാസം കൊണ്ട് കർത്താവ് ഇളക്കുന്ന ഞാൻ കണ്ടു. എന്താണെന്നറിയോ, ഇപ്പോ ഞാൻ കിടന്നുറങ്ങുന്നത് വിശ്വാസിയായിട്ടല്ല, മകനായിട്ടാണ്. എന്റെ അപ്പൻ പറഞ്ഞു, എന്റെ മകൻ കുടിലിൽ കിടക്കേണ്ടവരല്ല. എന്റെ അപ്പൻ പറഞ്ഞു, if you are my son and if you are my daughter, നിങ്ങളുടെ അപ്പൻ നിങ്ങൾ തകരുന്നത് നിങ്ങളുടെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുവോ? നോ, നെവർ. അന്ന് അപ്പൻ പറഞ്ഞു, നീ എന്റെ മകനാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ ക്ലാസ്സിലേക്ക് ഉയർത്തും. വേണ്ടിയില്ല. ഈ സുവിശേഷത്തിന്റെ പവർ പറഞ്ഞു, സുവിശേഷം നിന്നെ പെന്തക്കോസുകാരനാക്കുന്നതല്ല, സുവിശേഷം നിന്നെ അപ്പന്റെ ക്ലാസ്സിലേക്ക് ഉയർത്തുന്നതാണ്. എലിഫന്റിന്റെ കുഞ്ഞ് എലിഫന്റിനെ പോലെ ഇരിക്കുന്നു എന്നത് ലോകാത്ഭുതത്തിൽ ഒന്നല്ല. സിംഹത്തിന്റെ കുട്ടി സിംഹത്തിനെ പോലെ ഇരിക്കുന്നു. What a wonder. No wonder, that's natural. ആനയുടെ വർഗത്തിൽ ജനിക്കുന്ന ആനക്കുട്ടി ആനയെ പോലെ ഇരിക്കുന്നത് വണ്ടർ അല്ല, it's a natural. എന്തുകൊണ്ടെന്നാൽ അത് ആനയിൽ നിന്ന് ജനിച്ചതാണ്. സിംഹത്തിന്റെ കുട്ടി സിംഹത്തെ പോലെ ഇരിക്കുന്നത് അതിൽ നിന്ന് ജനിച്ചതുകൊണ്ട്. നമ്മൾ പറയാറില്ല ഇത് സിംഹവർഗത്തിൽപ്പെട്ടതാ, ഇത് ആനയുടെ വർഗത്തിൽപ്പെട്ടതാ. എന്റെ അകത്ത് തെളിഞ്ഞ വചനവിനോട് പറഞ്ഞു, നീ ശാപവിട്ടി ജനിച്ചവനായിരിക്കാം, നീ മോഹനന്റെ ശ്രീദേവിയുടെ മകനായിരിക്കാം. ആ ഒന്നാമത്തെ ബർത്തിൽ നിന്ന് നിനക്കൊരു രണ്ടാമത്തെ ബർത്തുണ്ട്. ആ ബർത്ത് യേശുവിൽ നിന്നാണ്. യേശുവിൽ നിന്നാണ് നീ ജനിച്ചതെങ്കിൽ നീ യേശുവിന്റെ വർഗമാണ്. നീ ആരാണ്?
നീ ദൈവത്തിന്റെ വർഗത്തിൽപ്പെട്ടയാളാണ്. മണ്ണുകൊണ്ട് ഫ്രെയിം മെനഞ്ഞ് ദൈവത്തിന്റെ ശ്വാസം അയച്ച് മണ്ണിനെ നിവർത്തി എടുത്ത മണ്ണിനെ ശ്വാസം കൊണ്ട് മകനാക്കി മാറ്റി. ആദാം എന്ന ദൈവത്തിന്റെ മകനെ ദൈവം നിർത്തുമ്പോ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത് ആദാമിലേക്ക് ഇറങ്ങി വന്ന അപ്പനെയാണെങ്കിൽ അവിടെ നീ കാണാത്തൊരു ട്രൂത്ത് പറയാം. അപ്പന്റെ സ്റ്റാൻഡേർഡിലേക്ക് മകനെ ഉയർത്തിയ ഒരു അസാധാരണമായ ഒരു ലൈഫ്. ഇവിടെ ഇരിക്കുന്ന സകലരോടും ഞാൻ പറയുന്നു, നീ ജനിച്ച വീടിന്റെ ക്ലാസ്സിലല്ല നീ ജീവിക്കേണ്ടത്. നീ ജനിച്ച ജാതിയുടെ ക്ലാസ്സിലല്ല നീ ജീവിക്കേണ്ടത്. നീ ജനിച്ച വീടിന്റെ സ്റ്റാൻഡേർഡിലല്ല നീ ജീവിക്കേണ്ടത്. നിന്റെ മേൽ നടന്നൊരു പുതുജനനമുണ്ട്. അത് യേശുവിൽ നിന്നാണ്, അത് ആത്മാവിൽ നിന്നാണ്. എങ്കിൽ നിന്റെ ക്ലാസ് മാറുകയാണ്. യേശു അപ്പാ നിങ്ങളുടെ മകനെ നിങ്ങളുടെ ക്ലാസിന്റെ മുകളിൽ നിർത്താനല്ലേ നിങ്ങൾ ആഗ്രഹിക്കും? അതോ നിങ്ങൾ ഡിഗ്രി വരെ പഠിച്ചത് കൊണ്ട് നിങ്ങളുടെ മകനെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണം? ഏതൊരപ്പനും തന്റെ മക്കളെ അപ്പന്റെ ക്ലാസ്സിലേക്ക് കഴിക്കും. എങ്കിൽ ഞാനും നീയും ക്രിസ്തീയ വർഗമല്ല, ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമാണ്. The spirit of religion and the spirit of tradition ഈ തലമുറയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. നീ ഏത് വർഗത്തിൽപ്പെട്ടതാണ്? നീ യഹൂദ വർഗത്തിൽപ്പെട്ടവനല്ല. You are a God's tribe. അതാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ സ്വന്തവും, നിങ്ങൾ ദൈവത്തിന്റെ കുടുംബക്കാർ. ഞാൻ ചോദിക്കുന്നു, ഈ സർവശക്തനായ ദൈവത്തിന്റെ കുടുംബത്തിലുള്ള ആളാണ് നീയെങ്കിൽ നിന്നെ ഈ ലോകത്തിന്റെ ഏത് പാപമാ തകർക്കുന്നേ? നീ അപ്പന്റെ മകനും മകളും എന്ന സ്റ്റാറ്റസിൽ ജീവിക്കുന്നവനാണെങ്കിൽ വീണുപോയ ലൂസിഫർ എന്ന വീണുപോയ ആ ദൂതൻ നിന്നെ എങ്ങനെ തൊടും? എനിക്ക് തന്ന സമയം അതിക്രമിച്ചു പോയി. എന്നെ മറന്നാലും ഈ മീറ്റിംഗ് മറന്നാലും ഈ വാക്കുകൾ മറക്കും. പിശാച്, നിങ്ങൾ ഭയക്കുന്ന പിശാച്, നിങ്ങൾ പേടിക്കുന്ന പിശാച്, ആ പിശാച് വീണുപോയവനാണ്. He's a fallen one, fallen angel. പക്ഷെ നീ ആരാന്നറിയോ? പിശാച് fallen ഒന്ന, പക്ഷെ നീ redeemed ഒന്ന. പിശാച് വീണുപോയവനാണ്, നീയും ഞാനും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പിശാചിന് വേണ്ടി ഇനിയൊരു പുനഃസ്ഥാപനമില്ല. എന്നാൽ നിന്റെ തലയ്ക്കു മീതെ ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ ഉണ്ട്. നിനക്ക് തീരുമാനിക്കാം ഈ ബന്ധത്തിനകത്ത് ജീവിക്കണം. നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ബന്ധം തുടരണോ. ഒരിക്കൽ ഞാൻ തീരുമാനിച്ചു, I am your son, you are my father. അവിടുന്ന് ദൈവം എന്നെ വളർത്താൻ തുടങ്ങി. അവിടുന്ന് ദൈവം എന്റെ കുടുംബത്തെ ഉയർത്താൻ തുടങ്ങി. ഒരു സാധ്യതയുമില്ലാത്ത ഒരു പരാജിതനെ ദൈവം എടുത്ത് ഉയർത്താൻ തുടങ്ങി. അടുത്തത് നീയാണ്. ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേൽക്കാം. ഇതൊരു ബന്ധമാണ് കുഞ്ഞെ.